എടാ ഫീൽഡ് നോക്കാൻ നീ ഏത് വായി നോക്കിയാണ് നിർത്തിയിരുന്നത്? ആ ജോമി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നത്, എങ്ങോട്ട് പോയെന്ന് കാണുന്നില്ല. അത് ശരി, അപ്പൊ ഫീൽഡിൽ ആളില്ലാന്നുണ്ടായിരുന്നു നീ കണ്ടു. എന്നിട്ട് അങ്ങ് ടേക്ക് പോയപ്പോ അങ്ങ് മിണ്ടാതെ നിന്നു അല്ലേ? ചേട്ടാ ഒന്ന് മാറിക്കേ മാറിക്കേ. ചേട്ടാ ഒന്ന് മാറിക്കേട്ടാ. കുഞ്ഞെ നീ എത്തിയോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. വാന്നേ, ഇത് ഫീൽഡാ. വാ നമുക്ക് അങ്ങോട്ടിരിക്കാന്ന്. വാ. നീ പേടിച്ചു പോയോ? നിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ലെന്നേ, അതുകൊണ്ടാ. നമസ്കാരം. ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായിട്ട് പോകുന്നു. പാർട്ടിയാ ഫീൽഡ് നോക്കാൻ വിട്ടത്. ഡയറക്ടർ സാറേ, ഈ വന്നിരിക്കുന്ന പുള്ളി ആരാന്നറിയോ? ഇതാണ് ഷിബിൻ, നമ്മുടെ അനിയൻ കുഞ്ഞ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ ഈ ഷോർട്ട് ഫിലിമിന്റെ മുഖ്യ ഫിനാൻഷ്യൽ, എന്റെ ചങ്ക് ബ്രോ. സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിപിൻ രാജ്, ഈ പടത്തിന്റെ ഡയറക്ടറാ. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഞാനത് ആദ്യമായിട്ടാ കേട്ടോ ഇതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാ ഞാൻ സിനിമ പോലും കാണാറില്ല. പിന്നെ ഇവനൊരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇച്ചിരി പൈസ വേണമെന്നൊക്കെ പറഞ്ഞപ്പോ കൂടെ കൂടിയൊന്നും മാത്രമേ ഉള്ളൂ. എന്നതാടാ ഇത്? പ്രൊഡ്യൂസർക്ക് ഇരിക്കാൻ കസേരയില്ലേ? കഷ്ടം തന്നെ. ജോബിച്ചോ, ഇപ്പൊ കസേര കളിക്കാനൊന്നും നേരമില്ല. താൻ പോയ ഫീൽഡ് ഒന്ന് നോക്കി. പ്രൊഡ്യൂസറായി പോയില്ലേ, ഇനി എന്നെല്ലാം കേക്കണം. വാ. Go for take. നമ്മുടെ ഷൂട്ടിനെ കുറിച്ചൊന്നും നീ പറഞ്ഞില്ല. ഓ, നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഷൂട്ടും സീനുകൾക്ക് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ തന്നെ വൈകി. നാളെ നമ്മുടെ പുതിയ ക്ലബിന്റെ വക ഒരു കിടുക്കൻ പരിപാടി ഉള്ളതാ. എടാ, നീ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കാതെ. ഡാ, വെറുതെ സീൻ കാണാൻ വേണ്ടി മാത്രമല്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിനക്ക് സീൻ അഭിനയിക്കാനും ഉണ്ട്. ഞാൻ അഭിനയിക്കാൻ ചുമ്മാ ബട്ട് പറയല്ലേ. ജോഡി, പ്രൊഡക്ഷൻ കൺട്രോളറിനെ ഒന്ന് വിശദീകരിച്ചു കൊടുത്താട്ടെ. സാറേ, സിനിമ എന്ന് പറഞ്ഞ സ്ക്രീനെ കാണുന്ന മാത്രമല്ല, സീൻ സീൻ വേറെയും ഉണ്ട്. സാറത് കണ്ടില്ലേ നായപ്പൻ കൊച്ച്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അവളും അമ്മയും വേറൊരു പെങ്കുച്ചും കൂടെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. സംഭവം റെഡിയാണെന്ന ഏതാണ്ടൊരു ഹിന്റ്. അനിയൻ കുഞ്ഞ് ഒരു ദിവസം കൂടി ഇവിടെ നിന്നാ നമുക്ക് സെറ്റപ്പ് ആക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്നൊക്കെയായി പറയുന്നേ? അല്ല, നിനക്കറിയത്തില്ലേ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നല്ലാന്ന്? ഓ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടരാ പോയി. ഇനി പൈസ മുടക്കിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വെറുതെ കുറ്റം പറയരുത്. തൽപര കക്ഷികൾ എത്രയും കുറയോ അത്രയും നല്ലത്. പക്ഷേ ആളിയെ മുടക്കിയ പൈസയുടെ ഇരട്ടി ഞാൻ വാങ്ങിച്ചു തരും, അത് ഗ്യാരണ്ടി. ഇല്ലേ ഡയറക്ടർ സാറേ? ഉറപ്പല്ലേ? ശരി ശരി. അപ്പോ എന്റെ പൊന്നു ബ്രോസ്, ഞാനങ്ങ് ഇറങ്ങുക. ഇതിൽ കൂടുതൽ സിനിമ താങ്ങാനുള്ള ചങ്കുറപ്പ് എനിക്കില്ല. ശരി, ആയിക്കോട്ടെ. വൈദ്യര് വരാൻ ഇനിയും വൈകുമായിരിക്കും അല്ലേ? അല്ല, വൈദ്യരിപ്പോ വരുമോ? എനിക്ക് ആഫീസിൽ പോകേണ്ടതാ. അങ്ങനെ ആഫീസ് മുറയൊക്കെ നോക്കി ഇവിടെ കാര്യങ്ങൾ നടക്കത്തില്ല കേട്ടോ. വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നെ കുളിയും പ്രാതലും ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങ് വരും. എന്നെ ആദ്യം ഒന്ന് കയറ്റി വിടണേ, ഓഫീസിലെ എമർജൻസി കാര്യമുള്ളതാ. നോക്കാം. കൊച്ചപ്പ, ഇന്നത്തെ പ്രോഗ്രാം കൊച്ചപ്പ, ഞങ്ങൾ ഈ ഇടേണ്ടാക്കിയ ക്ലബിന്റെ വക ഒരു ശുചീകരണം എത്തി. നമ്മുടെ നീരോളിത്തോടിന്റെ കരയിലെ ഭയങ്കര വേസ്റ്റാ. അവിടെയാ. അതിന് ഈ വേഷമൊന്നും വേണ്ടല്ലോടാ, ഒരു കയ്യിൽ പോരായോ? സാറ് പിന്നെ ഉദ്ഘാടനമല്ലേ ഉള്ളൂ. ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു തൂമ്പ എടുത്ത് പിടിക്കും, ബാക്കിയൊക്കെ പിന്നെ അണികൾ ചെയ്തോളൂല്ലോ. എന്റെ ഇച്ഛായ, നിങ്ങൾ അവനെ ഒന്ന് വിട്. ഒന്നുമില്ലല്ലോ, ഒരു നല്ല കാര്യത്തിനല്ലയോ. നീയാണ് ഇവൻ ഇതിനെല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. നല്ല കാര്യത്തിന് പോണു. ഇവന് വേണ്ടുന്ന നല്ല കാര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ വൈദ്യശാല നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള കൈപുണ്യവും ഉണ്ട്. പക്ഷെ സാറ് കേരള കോൺഗ്രസ് മന്ത്രിയായിട്ട് അടങ്ങത്തുള്ളൂ. പക്ഷേ എടാ കുഞ്ഞെ, നിന്റെ ഈ വലിയ സാറും അയാളുടെ മക്കളും അയാളുടെ ഈ വംശപരമ്പരയൊക്കെ ഒടുങ്ങിയിട്ടേ ഈ മീനച്ചിലാറിന്റെ പരിസരത്തുനിന്ന് വേറൊരുത്തിന് കയറി വരാൻ ഒക്കൂടാ. നോക്കാം. ഓ, തുടങ്ങി രാവിലെ തന്നെ. എടാ മോനെ, നീ ചെല്ല്. ഞാൻ ഇറങ്ങുവന്നേ. ദേണ്ടേ, നേരം വൈകി, രോഗികൾ കാത്തിരിക്കുന്നു. അങ്ങോട്ട് മാറ. പുള്ളിക്കാരന്റെ മോനായിരിക്കും അല്ലേ? പുള്ളി വേറെ ലൈനാണെന്ന് തോന്നുന്നു. മോനല്ല, പക്ഷെ മോനെ പോലെയോ അതിനപ്പുറമോ പാപ്പിച്ചാൻ ആ പയ്യൻ. എന്ന് വെച്ചാ വൈദ്യർക്ക് മക്കളില്ല. ഈ കൊച്ചും പുള്ളിയുടെ ചേട്ടന്റെ മോനെ. അനിയൻ കുഞ്ഞിന് 12 വയസ്സുള്ളപ്പോഴേ ആ ചേട്ടനും ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു. അന്നു മുതൽ വൈദ്യരും കൊച്ചമ്മയും കൂടെ ഈ കൊച്ചിനെ വളർത്തുന്നത്. വൈദ്യരതിന് വൈദ്യവും കളറിയും ഒക്കെ പഠിപ്പിച്ചതാ. പക്ഷെ എന്നാ പറയാനാ, ആ കൊച്ചൻ കമ്പനി കൂടി
കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുക. ബെസ്റ്റ്. ചേച്ചിമാരൊക്കെ ഉണ്ട് അമേരിക്കയില് നേഴ്സുമാരാ. ആണോ? അവര് ഇഷ്ടം പോലെ പണം അയച്ചു കൊടുക്കും. പിന്നെ എന്നാ വേണം? മണിയോ? ഓ ഇങ്ങോട്ട് വാടാ. എന്റെ കാര്യം മറക്കല്ലേ, പെട്ടെന്നൊന്ന് വിളിച്ചേക്കണേ. ശരി ശരി. കൊള്ളാം അല്ലയോ? തുടങ്ങിയാട്ടെ. റെഡി. അതിന് തന്നെ ചേട്ടാ റെഡി റെഡിയാണോ? ഒരു മിനിറ്റ്. ഓക്കെ അതെ, തുടങ്ങാം. ആ തൂമ്പി ഉണ്ടല്ലോ അല്പം മുളിട്ടാക്കിട്ടൊന്ന് താഴ്ത്തു, എന്നാലൊരു പഞ്ച് കിട്ടൂ. ഓ ഓ ഓ പിന്നെ ഓക്കെ. ഓ ഓ സാരമില്ലെന്നേ, ഇപ്പൊ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുണ്ട്. ഇങ്ങനൊക്കെ ചെളി പുരണ്ടാലല്ലേ ഒരു ജനകീയ ഇമേജ് ഒക്കെ വരത്തുള്ളൂ. പിന്നല്ലാതെ. ആഹാ, അനിയൻ കുഞ്ഞാകെ ജനകീയനായല്ലോ. ഇങ്ങനെ തന്നെ വേണം യൂത്തന്മാരായാല്. പക്ഷേ എനിക്കൊരു ചെറിയ സംശയം. കഴിഞ്ഞ ദിവസം വരെ ഇതുപോലെ ഇങ്ങനൊരു കൂറ്റൻ വേസ്റ്റ് ഇവിടെ എങ്ങുമില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു വേസ്റ്റ് വരിക, ഉടനെ ശുചീകരണം, വീഡിയോ, ക്യാമറ, എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ എന്നൊരു സംശയം. പിന്നെ പേസ്റ്റിന്റെ അടുത്ത് വന്ന് എവിടെയോ എന്തോ ചീഞ്ഞു നാറെന്ന് സംശയിക്കുന്നത് തന്നെ ഭയങ്കര സംശയമാണല്ലോ, അല്ലയോടാ സബാനെ? പിന്നല്ലാതെ. അയ്യോ, ഞാനൊരു സംശയം പറഞ്ഞെന്നേ ഉള്ളൂ, അങ്ങ് ക്ഷമിച്ചുകള. ശരി ശരി, ഞങ്ങളങ്ങ് പോയേക്കാം. പരിപാടി നടക്കട്ടെ നടക്കട്ടെ. പക്ഷെ അനിയും കുഞ്ഞെ വീഴരുത്, സൂക്ഷിക്കണം. വേസ്റ്റിൽ വീണ പിന്നെ വേസ്റ്റാ. ഓ ഓ ഓ ശരി. വള്ളിക്കെട്ട് തന്നെ, ഞാൻ വള്ളി. ആ പോവാൻ പറ. അപ്പോ തുടങ്ങാം. റെഡി? അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ മെയിൻ ഹെഡ്ലൈൻ ന്യൂസിൽ നമ്മുടെ പരിപാടി തന്നെ വരുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അവിടെ കൊടുത്തേ. അത് പിന്നെ പറയാനുണ്ടോ? ഇന്ന് ഉച്ചവരെയുള്ള മീനച്ചൽ കേബിൾ ടിവിയുടെ മെയിൻ ന്യൂസ് ഇത് തന്നെ. ഇന്ന് നിന്റെ ദിവസം തന്നെ അളവേ. ഇത്രയും ഒപ്പിച്ചെടുത്തേനെ ഈ ചെലവ് പോരാ, ഇതിലൊന്നും ഒതുങ്ങുകയല്ല. വെയിറ്റ് അളിയാ. പക്ഷേ ഈ ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലൊക്കെ എന്നാ നമ്മളെപ്പറ്റി ന്യൂസ് വരും? എടാ ഉവേ, ആദ്യം നീ ഒന്ന് ഇരിക്കി, എന്നിട്ട് കാലം നീട്ട്. ജോപ്പനാടാ. ചേട്ടായി, ഒരു വിഷയം വന്നിരിക്കുക. ആ ജോസ് ഞാവള്ളി പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് നമ്മളെ കുറിച്ച് പരാതി കൊടുത്തിരിക്കുക. നമ്മളെ ഇന്നത്തെ പരിപാടിയെ പറ്റി തന്നെയാ. ചേട്ടായി വേഗം വന്നേ. ഓ, ഞാൻ പഞ്ചായത്ത് ഓഫീസിലുണ്ട്. എന്നാടാ നമ്മുടെ ഇന്നത്തെ ആ പരിപാടിയെ കുറിച്ച് ആ ജോസ് ഞാവള്ളി പഞ്ചായത്തിലൊരു പരാതി കൊടുത്തിരിക്കുന്നു. ഓഹോ, ഞാവള്ളിക്ക് പിന്നെ ചുരുക്കാണതിരിക്കും. അയാളുടെ പ്രായപരിധി കഴിഞ്ഞൊന്നും പറഞ്ഞ് പാർട്ടി യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അനിയും കുഞ്ഞിലെ പട നയിച്ചത്. പാരയുടെ ഉസ്താദാണല്ലോ ഞാവള്ളി. അപ്പോഴേ നിങ്ങൾ കഴിക്കും, ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. നീയേ ഈ ബില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോരെ. എന്റെ പള്ളി, എന്നാ കുറിച്ചാണോ ആ ഞാവള്ളി ഒപ്പിച്ചേക്കണം? കണ്ടല്ലോ, ഇത് ക്ലിയർ എവിഡൻസാ. തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ CC ക്യാമറയിൽ ഉണ്ടായിരുന്നത്. കൊള്ളാം, നല്ല ഐഡിയ അല്ലേ? നമ്മൾ തന്നെ തോട്ടിന്റെ കരയിൽ വേസ്റ്റ് കൊണ്ട് തള്ളുക, എന്നിട്ട് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മെഗാ ഷോ. മാഡം, ഞാൻ എന്നാ ചെയ്യണ്ടേ? ഇപ്പോഴത്തെ അവസ്ഥയില് പബ്ലിക് പ്ലേസിലും തോടിന്റെ കരയിലും വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് സീരിയസ് ഒഫൻസ് ആണ്. പക്ഷേ നിങ്ങൾ തന്നെ ആ വേസ്റ്റ് നീക്കം ചെയ്തു കഴിഞ്ഞു. അത് കറക്റ്റ്. ആ നിലയ്ക്ക് മാഡം, ഞാനെന്നെ പരാതിക്കാരൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനിയും കുഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി. ആ ചാനലുകാരെയും പത്രക്കാരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ ശുചീകരണ പരിപാടിയുടെ വാർത്തയും ഫോട്ടോയും ഒന്നും കൊടുക്കരുതെന്ന് കർശനമായിട്ട് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പരാതി പിൻവലിച്ചേക്കാം. അതെങ്ങനെയാ ശരിയാവുന്നേ? തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കേ. ശരി മാഡം, ഞാൻ വള്ളി പറഞ്ഞ പോലെ ആ വള്ളിക്കെട്ടങ്ങ് തീരുമല്ലോ.
ഓക്കെ, അപ്പൊ കേസ് തീർന്നിരിക്കുന്നു. എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങുവന്നേ സാർ. ശരി. താങ്ക്സ്. കൊള്ളാം കേട്ടോ. ഞാൻ ഏത് സമയത്താണോ? അതെ, അമേരിക്കന്ന് ഡോളർ വരുന്നത് മാത്രം നോക്കിയാ പോരാ, കുറച്ചുകൂടി ഇന്റലിജന്റ് ഐഡിയാസ് വേണം. ഇല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ ചെലവിൽ പുട്ടടിച്ചിട്ട് പോണോ മാത്രം മിച്ചമാവും. സ്വച്ഛ ഭാരത്. നിങ്ങളോട് ഒരു കാര്യം. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസിൽ ധൈര്യപ്പെട്ട നിന്റെ സങ്കേതത്തിൽ ഞാൻ അണയുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എന്നാ കഞ്ഞി എടുക്കട്ടെ ചായ? എനിക്കിപ്പോ വേണ്ടാന്നേ. ഞാൻ ആ ലീഗിലെ തോമാച്ചന്റെ മോന്റെ കൊച്ചിന്റെ മാമോസിക്ക് പോയി കഴിച്ചതല്ലേ. ഓ, വിശക്കുന്നില്ല. നീ വേണേ പോയി കഴിച്ചോടാ. ഓ അല്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. കൊച്ചപ്പൻ്റെ കൂടെ കഴിക്കുന്നല്ല അതിന്റെ ഒരു രസം. പിന്നെ അല്ലാതെ ആ രസത്തിനല്ലടാ അമേരിക്ക കിടന്ന് നിന്റെ ചേച്ചിമാർ കയറ് പറിച്ചിട്ട് ഞങ്ങൾ നിന്നെ പിടിച്ചപിടിയാൽ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. ആ നീയും കൂടി ഇവിടെ ഇല്ലേ പിന്നെ ഞാനും സിസിലിയും കുരങ്ങി എത്താ കുറവനും കുറത്തീവാ. ആഹാ, ഞാനിവിടെ കുരങ്ങല്ലയോ? കളരിയിലും കയറുകയല്ല, വൈദ്യശാലയിലും ഒരു ഉദവിയില്ല. മുമ്പ് കാള കളിച്ച് നടന്നുള്ളൂ ഒരങ്ങൻ. കൊച്ചപ്പൻ നോക്കും. 10 വർഷം. 10 വർഷത്തിനകത്ത് ഞാനൊരു MLA ആവും. പിന്നെ രാശിയുണ്ട്, ഞാനൊരു മന്ത്രിയോ. പിന്നെ കൊച്ചപ്പൻ ആരാ? ആരാന്നാ? മന്ത്രിയുടെ കൊച്ചപ്പൻ. മന്ത്രി കൊച്ചപ്പൻ. ഒന്ന് പോയടാ മന്ത്രിയുടെ കൊച്ചപ്പൻ. എന്നാലേ ഞാൻ പറയാം, നീ വേറൊരു സംഭവമാവും. ഒരു ഇന്റർനാഷണൽ സംഭവം. അതെന്നതാ ആ സംഭവം? എനിക്ക് ഈ മർമാണി വൈദ്യം മാത്രമല്ല, ചില ലക്ഷണശാസ്ത്രവും കൂടെ അറിയാം. അങ്ങനെ ഇന്റർനാഷണൽ ആവണേലേ ഞാൻ ചേച്ചിമാര് പറയുന്ന പോലെ വല്ല അമേരിക്കയിലോട്ടോ മറ്റോ പോണം. അതിനെന്നതായാലും ഞാനില്ല. നമുക്ക് ഈ പാലായും പൈകയും ഒക്കെ മതിയേ. മതി മതി മതി. അവരുടെ ഉപയെ ചില കഞ്ഞി കുടിച്ചേക്കാം. വാ. എടാവേ, നമ്മുടെ ജോമി പിടിക്കുന്ന സിനിമ എത്തട്ടായി? ഓ, ഒരു പിടിയില്ല. 3-4 ദിവസം മുന്നേ അവൻ വിളിച്ചായിരുന്നു. ഏതാണ്ട് ഷെഡ്യൂൾ ബ്രേക്ക് എന്നോ പാക്കപ്പ് എന്നോ. നിന്റെ അല്ലേ മേജർ ഷെയർ ചിക്കിലി? എന്നിട്ട് നീ ഒന്നും അറിയുന്നില്ലേ? ഓ, ഒരു ദിവസം അവിടെ പോയപ്പോഴത്തേനും എനിക്ക് മതിയായി. പിന്നെ നിനക്കറിയാമല്ലോ, അവനിത്തിരി അഭിനയവും സിനിമാ പ്രാന്തൊക്കെ ഉള്ളതാ. ഒന്ന് ഹെൽപ്പ് ചെയ്താ രക്ഷപ്പെടുമെങ്കിൽ അല്ലെന്ന് ഞാനും കരുതി. ഏതായാലും നമുക്ക് പറ്റുന്ന സെറ്റപ്പേ അല്ലത്. ആരാ ഇത്? ഹലോ, ഇത് അനിയൻ കുഞ്ഞാണോ? അതെ, ഇത് DYSP ഓഫീസിൽ നിന്നാ. ഒരു കേസിന്റെ കാര്യമാണേ. നാളെ 10 മണിക്ക് നിങ്ങൾ ഓഫീസിൽ എത്തണം. ഓ ശരി സാർ. എന്നാടാ? DYSP ഓഫീസിൽ നിന്നാ. നാളെ 10 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ. എന്തോ കേസിന്റെ കാര്യമെന്നാ പറഞ്ഞേ. കേസോ? എന്നാ കേസ്? നീ ആ നമ്പർ നോക്കി. ആ പന്ന ഞാവള്ളി വല്ല നമ്പർ ഇടുന്നായിരിക്കോ? അത് ശരിയാ. എടാ, ഇതേതോ ലാൻഡ് ഫോൺ നമ്പർ ആണല്ലോ. നമുക്ക് തിരിച്ചു വിളിച്ചു നോക്കിയാലോ? അത് എന്നാത്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മളൊന്നുമില്ലേലും പൊതുപ്രവർത്തകരല്ലേ. ഹലോ, DYSP ഓഫീസ്. എടാ, അത് DYSP ഓഫീസ് തന്നെയാ. ഈശോയെ, എന്തോ സംഗതി ഉണ്ട്. എന്നാ നമുക്ക് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞാലോ? അത് വേണോ? ഇരിക്കൂ. വേണ്ട മാഡം, ഇരുന്നോളൂ. അനിയൻ കുഞ്ഞ്, അതെ. യൂത്ത് ഫ്രണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണല്ലേ? അതെ മാഡം. പക്ഷേ അതൊരു ഉൾപാർട്ടി തർക്കത്തിൽ ഇപ്പം മരവിപ്പിച്ചിരിക്കുക. ഇപ്പോ ഇവിടെ വിളിപ്പിച്ച എന്തിനാണെന്നറിയോ? ഇല്ല. ഒരു ഊഹവും ഇല്ല? ഇല്ല മാഡം. രമ്യ സതീഷ് എന്നൊരു പെൺകുട്ടി അറിയുമോ? ഇല്ല മാഡം. അനിയൻ കുഞ്ഞിയുടെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പൈസ ഇറക്കി അല്ലേ? അതെ മാഡം, കുറച്ച് ഫൈനാൻസ് ഇറക്കിയായിരുന്നു. ഇപ്പൊ എന്തോ ഒരു ബൾബ് കത്തിയല്ലോ. മാഡം, ആ സിനിമയിലെ നായികയുടെ പേര് രമ്യ സതീശൻ എന്നാ. ഓ, പേരൊക്കെ ഓർത്തു വെക്കാൻ പാടല്ലേ? ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ അല്ലേ
അയ്യോ അങ്ങനെയല്ല മാഡം, ഞാൻ ഈ കുട്ടിയെ ആകെ ഒരു തവണ ലൊക്കേഷനിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളതാ. എൻ്റെ ഫ്രണ്ട് പ്രൊഡ്യൂസർ ജോമി ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. പിന്നെ ഒരു അറിവുമില്ല. അപ്പോ പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല? എന്നതാ സംഭവിച്ചേ മാഡം? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. രമ്യ സതീഷ് എന്ന ആ പെൺകുട്ടിയുടെ ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എ സെക്ഷൽ ഹറാസ്മെന്റ് കംപ്ലൈന്റ്. ജോമി എന്ന ആൾ രാത്രി അവളുടെ മുറി തുറപ്പിച്ച് മദ്യലഹരിയിൽ അവളുടെ കൈക്ക് പിടിച്ചു എന്നതാണ് കംപ്ലൈന്റ്. പക്ഷേ ഉടൻ തന്നെ അവള് മുറിയിൽ കയറി വാതിലടച്ചതിനാൽ പിന്നീടൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം രമ്യയോടും അമ്മയോടും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അതോടെ അവരാ ഇഷ്യൂ വിട്ടു. പിന്നെന്ത് കേസ് അല്ലേ? ഈ ജോസ് ഞാവള്ളി അറിയാമോ? അറിയാം. അനിയൻ കുഞ്ഞിന്റെ രാഷ്ട്രീയ ശത്രു. വെൽ, ഈ ജോസ് ഞാവള്ളി ആ രമ്യയുടെ അമ്മാവൻ ഗോപകുമാറിന്റെ ഫ്രണ്ടാ. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയ രമ്യയിൽ നിന്നും ഗോപകുമാർ ഈ സംഭവം അറിയുന്നു. അത് ഞാവള്ളി അറിയുന്നു. അങ്ങനെ ഈ കംപ്ലൈന്റ് ഉണ്ടാവുന്നു. സംഗതി എന്റെ അടുത്ത് എത്തുന്നു. അയ്യോ മാഡം, അനിയൻ കുഞ്ഞിനെ കുറിച്ച് കുട്ടി പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാവള്ളി എങ്ങനെയെങ്കിലും നിങ്ങളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കും. ദാറ്റ്സ് വാട്ട് ഐ ഗ്യാദർ. മാഡം പ്ലീസ്, ഒരു തരത്തിലും എനിക്ക് പങ്കോ അറിവോ ഇല്ലാത്ത കാര്യങ്ങളാ ഇതെല്ലാം. കൊച്ചപ്പനും കൊച്ചമ്മയും ഇത് വല്ലതും അറിഞ്ഞ? അപ്പോ ഫാദറും മദറും? രണ്ടുപേരും എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ജീപ്പ് അപകടത്തിൽ മരിച്ചായിരുന്നു. കൊച്ചപ്പനും കൊച്ചും കൂടി എന്നെ വളർത്തി. മക്കളില്ലാത്ത അവർക്ക് ഞാനെന്ന് വെച്ച പ്രാണനാ. കൈക്കൂട്ടത്തിൽ പാപ്പി. അപ്പോ പാപ്പി വൈദ്യൻ എന്റെ കൊച്ചപ്പനാ. അപ്പൊ ബിൻസിയോ? എന്റെ ചേച്ചി അമേരിക്കയില. അപ്പൊ മറ്റു ചേച്ചിമാരൊക്കെ? എല്ലാരും അമേരിക്കയില. മാഡത്തിന് ചേച്ചിമാരെ അറിയാവോ? നിന്റെ ചേച്ചി ബിൻസിയും ഞാനും ക്ലാസ്മേറ്റ്സാ. ആണോ? അപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്റെ കൊച്ചപ്പനെ ഒന്ന് കാണണം. 99% ഈ കേസ് മുന്നോട്ട് പോവാതിരിക്കാനാണ് സാധ്യത. പിന്നെ 1% ഉള്ളത് നമ്മൾ ഗൗരവമായി തന്നെ എടുക്കണം. അതുകൊണ്ട് അനിയൻ കുഞ്ഞിനെ നമുക്ക് തൽക്കാലം ചേച്ചിമാരുടെ അടുത്തേക്ക് വിടാം. ജസ്റ്റ് എ ടാക്ടിക്കൽ മൂവ്. എന്നാലും ഇവനായിട്ട് തെറ്റൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇതിപ്പോ ഒരു ഒളിച്ചോട്ടം പോലെ ആകത്തില്ലെന്ന് എനിക്കും. പാപ്പിച്ചായ, ഇക്കാലത്ത് സെക്ഷൽ ഹറാസ്മെന്റ് കേസ് എന്നൊക്കെ പറയുമ്പോ കണ്ടമാനം മാനിപ്പുലേഷൻസും പൊളിറ്റിക്കൽ സ്കോറിംഗും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവനൊരു ആൺകുട്ടിയല്ലേ, ലോകം കണ്ട് വരട്ടെന്നേ. എന്നാലും എന്റെ കുഞ്ഞെ, ഇവൻ എന്തേലും പറ്റിയാല്? അനിയൻ കുഞ്ഞെ, നീ തന്നെ ഇവരെ ഒന്ന് സമാധാനിപ്പിക്കേ. അതെങ്ങനെയാ? നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് തിരിഞ്ഞ് നടന്നാ മതിയല്ലോ. സത്യം പറ, നിനക്ക് ഞാവള്ളിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ? ജോമിക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് തോന്നുന്നില്ലേ? മാഡം തോന്നുന്നുണ്ട്. കണ്ടോ? എന്നാ പിന്നെ ഇവനെ എത്രയും വേഗം കടൽ കിടത്താനുള്ള ഉന്ത്രണ്ട് എന്താന്ന് വെച്ചാൽ അത് നോക്കാം. വെരി ഗുഡ്. സോ ഗുഡ് ലക്ക് അനിയ. മണിയൻ ചേട്ടോ, മണിയൻ ചേട്ടോ, നല്ല പണിയിലാണല്ലോ. ഇതെന്നെ പറ്റി? പകൽ സമയത്ത് അനിയമ്മനെ ഇവിടെ കാണാറേ ഇല്ല. ഇതൊരു വലിയ സംഭവമാണല്ലോ. രാവിലെ കാപ്പിയോട് കഴിഞ്ഞു പോയ രാത്രി അത്താഴത്ത് തന്നെ പിന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ. ഞാൻ സഹായിക്കാമേ. കുഴപ്പമില്ല. ഇന്നത്തേക്ക് ഇത് 2 മതി. ഇത് ഞാൻ ചേടാ, ആളാകെ മാറിപ്പോയല്ലോ. എന്നാടാ സെബാനെ? അനിയൻ കുഞ്ഞേ, നമ്മുടെ ജോമി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവന് നിന്നെ ഒന്ന് കാണണം. എന്നാ കാര്യത്തിനാ? എന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് അവന് കാണണ്ട. എടാ, അവനാകെ സങ്കടത്തില. നിന്റെ വീട്ടിലോട്ട് വരാനാണെങ്കിൽ ആകെ പ്രയാസത്തിലും. നമുക്ക് വൈകിട്ട് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. എവിടാന്ന് വെച്ചാ ഞാൻ നിന്നെ വിളിച്ചു പറയാം. വേണ്ട, ഞാനില്ല. ഡാവേ, അവനൊരു അബദ്ധം പറ്റിയതില്ലേ? ആ പ്രൊഡക്ഷൻ കൺട്രോളറും മറ്റും എല്ലാം കൂടെ പിരികേറ്റി ഒപ്പിച്ച പണിയാ. അനിയൻ കുഞ്ഞെ, ഞാനാ പറയുന്നേ, നമുക്ക് വൈകിട്ട് കണ്ടേ പറ്റും. കാണണം. ശരി. എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറയടാ. അല്ലേ വേണ്ട, ഒന്ന് മൂളിയാ മതി. എടാ, ഞാൻ ഇതിൽ കൂടുതൽ അവനോട് എങ്ങനെയാടാ ക്ഷമ പറയുന്നേ? എടാ, അവൻ ക്ഷമിച്ചു. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടും അവൻ നിന്നെ ചവിട്ടിക്കൂട്ടിയില്ലല്ലോ. അതുപോലെ
നീട്ടി ഒരു മൂളല്, അത്രയും മതി. അനിയൻ കുഞ്ഞെ പ്ലീസ്. അനിയൻ കുഞ്ഞെ അപ്പൊ ഇനി അളിയൻ അമേരിക്കയിൽ പോയി നല്ലൊരു മദാമ പെണ്ണിനെയൊക്കെ കെട്ടി അവിടെ അങ്ങ് കൂടും. അവിടെ ഒന്നല്ലല്ലോ, എത്ര വേണേ ആവാലോ. കണ്ട, ഇവൻ ഇത് തന്നെ ചിന്ത. ഞാൻ ക്ഷമിച്ചത് വെറുതെ, ഇവൻ നന്നാവുകയല്ല. അയ്യോ എന്റെ പൊന്നളിയാ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു തന്നേ. ആ അശ്വതി മേഡത്തിന്റെ അടിയുടെ ചൂട് ഇപ്പോഴും എന്റെ ഈ കരണത്തുണ്ട്. അനിയ, ആ ഞാവള്ളിക്കിട്ട് നമുക്ക് ശരിക്കൊരു പണി കൊടുക്കണം. ഇത്രയും നമ്മളെ വെള്ളം കുടിപ്പിച്ചിട്ട് അത് അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? നീ വിട്ടെ, മിണ്ടി പോരുത്. എങ്ങനെയും കേസിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കുമ്പോഴാ അവന്റെ ഒരു പ്രതികാരം. എടാ സബാനെ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നീ ഇവനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. അതെ. എടി എരിവ് ഇച്ചിരി കുറഞ്ഞു പോയോ? പാകത്തിന് എന്നാ എടുത്തി? കഴിഞ്ഞ പ്രാവശ്യം ആൻസിക്ക് അച്ചാറ് കൊടുത്ത് വിട്ടപ്പം എരി വല്ലാതെ കൂടിപ്പോയെന്നായിരുന്നു പരാതി. അവളുമാരൊക്കെ അമേരിക്കയിൽ താമസിച്ച് മദാമ്മമാരുടെ കണക്കായി കാണും. നാക്കിന് എരിവും പുളിയൊന്നും പറ്റിയാലായിരിക്കും. ഓ അങ്ങനെയൊന്നും ഇല്ല നീ. എരി ഇല്ലാതെ അച്ചാർ എന്തിനു കൊള്ളാം? അയ്യോ, ഇതെല്ലാം കൂടെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്ലെയിന് വേറെ വാടകയ്ക്ക് വിളിക്കേണ്ടി വരുമല്ലോ. ഹലോ കൊച്ചേ, അതവിടെ ഇരിക്കട്ടെ. ഇത്രയും വേണോ? ഒന്ന് പോടവേ. ആകെ ഒരു പെരളിക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബെസ്റ്റ്. അല്ല, കാര്യമായിട്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ. ഈ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ വെക്കുന്ന കൂട്ടത്തിലേ എനിക്കും കൂടെ ഇച്ചിരി സ്ഥലം വെച്ചേക്കണം എന്റെ വായിന്റെ അകത്ത്. അയ്യോ, അതിനി എന്നാണാവോ? കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ ആടാ, നമ്മുടെ സ്വന്തം സാധനം. അതിന് എന്നാ കാര്യത്തിന്? എടാ ഇരിക്കട്ടാ പോയി, നീ എന്നായാലും എന്റെ കുറെ വിദ്യയൊക്കെ പഠിച്ചല്ലേ. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. കണ്ടേക്കും. എടാ ശബാൻ കാറും കൊണ്ടിങ്ങ് എത്തുമെന്നല്ലേ പറഞ്ഞേ? പുറപ്പെടാൻ നീ 2 മണിക്കൂറും കൂടെ ഉള്ളേ. നീ അവനോട് കറക്റ്റ് സമയം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കൊച്ചപ്പൻ എത്രാമത്തെ തവണ ചോദിക്കുന്നേ? എടാ നെടുമ്പാശ്ശേരി വരെ എത്താനുള്ളതാ. സമയത്തിന് എത്തിയില്ലെങ്കിൽ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിനങ്ങ് പോവേ. അതെ, ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അവനിങ്ങ് തിരിച്ചു പോരും. നേര് പറഞ്ഞാൽ നിന്റെ കൊച്ചപ്പന് വലിയ സന്തോഷമായിരിക്കും. പറയുന്ന ഒരാളെ എടാ നിനക്ക് കേൾക്കണോ? ഈ അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ഒക്കെ കുറച്ചു കാലത്തേക്ക് എന്നേലും കാരണം കൊണ്ടൊന്ന് മുടങ്ങിപ്പോയാൽ മതി. ഇന്നലെ കാലത്ത് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ പാർട്ടിയാ. ഓ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോര്, ഒരു അമേരിക്കൻ ഹോളിഡേ. ഇല്ല സാരമില്ല, നീ പോയി ചിങ്ങി വാ. ഇനിയിപ്പം നീ ഇവിടെ വന്നിട്ടില്ല, ആ പന്ന കേസിന്റെ തുരാല് കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാ. എടാ കുഞ്ഞേ, നിന്നെ വളർത്തിയത് ഞാനും ഇവളുമൊക്കെ ആന്നേലും ഇത്രയും കാലം നീ നിന്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കണ്ണുമെട്ടത്തുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇനിയിപ്പോൾ നീ പോവാന്ന് പറയുമ്പോൾ അവർക്കും കൂടെ നിന്നെ കാണാനൊക്കത്തില്ലല്ലോ എന്നുള്ളൊരു ധാരണമുണ്ട്. ഞാൻ ഇതെന്നാ ഓക്കെ പറയുന്നേ. നീ വേഗം കഞ്ഞി കുടിച്ച് റെഡിയാകാം. അങ്ങനെ പെങ്ങന്മാരെല്ലാരും കൂടി കുഞ്ഞളിയനെ ഇങ്ങോട്ട് നാട് കടത്തിയല്ലേ? സാരയില്ലടാവേ, നിന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പ്ലെയിൻ കയറുമ്പോ എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ആരാ? ട്രംപിനേക്കാൾ വലിയ അമേരിക്കക്കാരനല്ലേ? ഇതേ കണ്ടോ, നല്ല ഒന്നാന്തരം വെളുമ്പൻ ഡ്രൈവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്, അങ്ങനെ നമ്മളിവിടെ ഒരു സംഭവം അല്ലേ? ജെയിംസ് അച്ഛാ മൊബൈലും തന്നെ, ഇവിടെ എത്തിയ ഉടനെ വിളിക്കണമെന്ന് കൊച്ചപ്പൻ പ്രത്യേകം പറഞ്ഞതാ. ഓ അതിനെന്നാ കൊച്ചപ്പൻ.
ദേ കോള് പോണ്ട്, വിളിച്ചോ. ഹലോ, ഇത് ഞാനാ അനിയൻ കുഞ്ഞ. ഞാനിങ്ങെത്തി. എത്തിയോടാ മക്കളെ? യാത്രയൊക്കെ സുഖമായിരുന്നേ? ആ, യാത്രയൊക്കെ സുഖമായിരുന്നു. ഇപ്പൊ ജെയിംസ് അച്ഛൻ്റെ കാറിലാ വീട്ടിലോട്ട് പോവാ. പിന്നെ കൊച്ചമ്മയോട് പറഞ്ഞേക്കണേ. ഞാൻ വിളിക്കാം, കൊച്ചമ്മ വിളിക്കാം. എടിയേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി, പിന്നെ വിളി. കൊച്ചപ്പരിപ്പ് എങ്ങനെയാണ്? ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടാണോ കൊണ്ടു കിടക്കണേ? ഫിറ്റ് ആണോന്നോ? പുള്ളി ദിവസം ചെല്ലുന്നതും കൂടുതൽ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതൊരു ഫിറ്റ്, ഇത് വേറൊരു ഫിറ്റ്. പിന്നെ അനിയും കുഞ്ഞെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി എന്തെങ്കിലും ഒന്ന് കഴിച്ചേച്ച് പോവാം. നമ്മൾ ചെല്ലുമ്പോഴേക്കും അവള് ചിലപ്പം ഹോസ്പിറ്റലിലേക്ക് പോകും. എനിക്ക് വയ്യ ഇനി എടുത്ത് ചൂടാക്കാനും പിടിക്കാനൊന്നും. ഹലോ, പ്ലീസ് സ്റ്റോപ്പ് എനി കോഫി സ്റ്റോർ. വി ഹാവ് ടു ഡ്രിങ്ക് സംതിങ്. ശരി സർ. ഈ ജെയിംസ് അച്ഛൻ്റെ കാര്യം എവിടുന്ന് ഒപ്പിക്കണം ഇങ്ങനെ ഓരോന്നിനെ? അല്ലടാ, നിനക്കിപ്പോ യൂത്ത് ഫ്രണ്ട് പരിപാടി ഒന്നും ഇല്ലേ? പണ്ട് നീ ഏതാണ്ട് വാർഡ് കമ്മിറ്റി ചെയർമാനോ ഏതാണ്ടല്ലായിരുന്നോ? ഓ, മാണി സാറ് ലൈന് മാറിയ പിന്നെ ആകെ പ്രശ്നത്തില്ല. പിന്നെ പീസിയുടെ കൂടെ കൂടിയാലൊന്ന് ആലോചിക്കുന്നുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ നീ അമേരിക്ക വന്ന് നന്നായി. തിരിച്ചു പോകുമ്പോ ഒരു തോക്കും കൂടെ കരുതിക്കണമെന്നേ ഉള്ളൂ. അല്ലടാ, വീട്ടിലെത്തണതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചു. സത്യത്തിൽ ആ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒപ്പിച്ചായിരുന്നോ? എന്നെ ഒപ്പിച്ചെന്നാ? അനിയും കുഞ്ഞെ, ഉണ്ടായ കാര്യം പറ. ആ പെണ്ണുമായിട്ട് നിനക്ക് എന്തെങ്കിലും? അയ്യേ, ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ പൈസ ഇറക്കിയെന്നല്ലാതെ എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ കഴിക്ക്. Gregor, get the box. Come tomorrow, okay? Early. Bye. Okay, bye. ഞാൻ എടുക്കാം. വാടാ. ഇതാണ് നമ്മുടെ വീട്. പെട്ടെന്ന് മുട്ടനായി പോയി കേട്ടോ. പെട്ടെന്ന് മുട്ടനായതല്ല, 4 വർഷം മുമ്പ് കണ്ടതല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള വാർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്ര സുഖമായിരുന്നു ചേച്ചി. നീ കാപ്പി ചായ വല്ലതും കുടിച്ചായിരുന്നോ? അതെ, ഇന്നലെ രാത്രി ഞാനൊരെണ്ണം മേടിച്ചു കൊടുത്തായിരുന്നു. ഇനിയിപ്പോ കൊച്ചുവെളുപ്പാൻ കാലത്ത് ചേച്ചിയുടെ കൈ കൊണ്ട് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ ആകാം. പാപ്പി ചായന്റെ കാപ്പിച്ചെടിയൊക്കെ ഇപ്പോഴും ഉണ്ടോടാ? പിന്നെ എന്നാ ടേസ്റ്റ് അല്ലേ ആ കാപ്പി കുരി പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിക്ക്. എന്നാലും നിന്നോട് അത് കുറച്ച് കൊണ്ടുവരാൻ പറയാത്തത് കഷ്ടമായി പോയി. എന്നാ ആ വിഷമം വേണ്ട, ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചപ്പം തന്നു വിട്ടത്. ആണോ? താങ്ക് യു മോനെ. അല്ല, കുഞ്ഞാങ്ങളൊക്കെ മാത്രമേ കാപ്പിയുള്ളോ? കാപ്പിയോ? നിങ്ങൾക്കോ? നിങ്ങളുടെ ഐറ്റം വേറെ അല്ലേ? ഇവളുടെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാനിവിടെ 24 hours വെള്ളാടിയാന്ന്. തലേ ദിവസം ഹാങ് ഓവർ ഒന്ന് മാറാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ 2 അടിക്കും എന്ന് കരുതി. എടാ, നിന്റെ പെങ്ങള് ചുമ്മാ പറഞ്ഞ കേട്ടോ, അല്ല ഒന്നുമില്ല. പിന്നെ ഒരു പ്രധാന കാര്യം, ഇവിടെ രാവിലെ കട്ടൻ കാപ്പിയും കുടിച്ച് പത്രവും വായിച്ച് ടോയ്ലറ്റിൽ പോവാന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ മനോരമയില്ല, ന്യൂയോർക്ക് ടൈംസും ഇല്ല, വേറെ പത്രം ഒട്ട് ഞാൻ വരുത്താറുമില്ല. അതെ, അക്കാര്യം ഞാൻ നാട്ടിൽ വെച്ചേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കെട്ട് പത്രവും കൂടെ കരുതിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ പഴയ പത്രമൊക്കെ കൊണ്ട് കാര്യം നടക്കോ? ഓ, അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാ പത്രത്തിലും ഒരേ ന്യൂസാ. ആള് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രം. എടാ കൊച്ചേ, ആ കൊണ്ടുവന്ന കൂട്ട് കുറച്ച് പത്രം എനിക്ക് തന്നെ കേട്ടോ. പത്രവും വായിച്ചോണ്ട് ടോയ്ലറ്റിൽ പോകുന്ന ഒരു സുഖമൊന്ന് വേറെയാണേ. ഈ ആണുങ്ങളുടെ ഒരു കാര്യം. മോനെ, ഞാനൊന്ന് ഉറങ്ങാൻ പോവാന്നേ. ഓക്കെ ചേച്ചി. എനിക്കിന്നൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, അതാ ഇന്ന് ഇത്ര നേരത്തെ. നീ ഒരു കാര്യം ചെയ്യുക, റെസ്റ്റ് എടു.
ജെറ്റ്ലാഗ് ഒന്ന് പോട്ടെ. എപ്പോഴെത്തിനും പോയില്ലേ? ഓ വലിയ പെണ്ണായി പോയല്ലോ. ലാസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോ സദാ എന്റെ കൂടെ മീൻ പിടിക്കാൻ വന്ന കൊച്ചാ. അതിനൊക്കെ ഇവിടെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, എല്ലാ സൗകര്യമുണ്ട്. ഇവളുടെ സ്കൂളിൽ ഒരു സംഘടനയുണ്ട്, എന്താണ് വെച്ചാൽ എന്റെ പേര്? ആ അത് തന്നെ, മീൻപിടുത്തക്കാരുടെ സംഘടന. ഇവളും അതിനകത്ത് മെമ്പറാ. ആണോടി കൊച്ച്? ഓക്കെ ശരി എന്നാ, അപ്പൊ വൈകുന്നേരം കാണാം. നീ വാടി മോളെ. ഗ്രെഗർ വണ്ടിയെട്. ഓക്കേ ലെറ്റ്സ് ഗോ. ബൈ. വരുന്നു. ഉറങ്ങി വന്നപ്പോ അതാ വരുന്നു. ആരുമില്ലേ? എനിക്ക് തോന്നിയതാണോ? ചേച്ചി, ചേച്ചിയുടെ കാര്യം. എടാ കൊച്ചനെ, നിന്നെ ഫേസ്ബുക്കിലും സ്കൈപ്പിലൊക്കെ കാണുമ്പോ ഭയങ്കര ജിം ബോഡി പോലെയാണല്ലോ തോന്നുന്നേ. ഇപ്പോഴും ജിമ്മാ? ഈ വണ്ണമൊക്കെ മതി. എന്നത്തിനാ ചെറുക്കന്മാര് കാറ്റ് നിറച്ച ബലൂൺ പോലെ ആവുന്നേ. ഞാനും പറഞ്ഞേ ഇത്രയൊക്കെ മതിയെന്നേ. ഈ തടി കൊണ്ട് തന്നെ നീ ഓരോ കുണ്ടാമണ്ടിയൊക്കെ ഒപ്പിച്ചെടുത്തില്ലേ? ഡൗവേ, ഇനി കേരള പോലീസുകാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യോ നിന്നെ സംരക്ഷിച്ചതിന്റെ പേരിൽ? പണ്ട് എന്റെ കൂടെ പഠിച്ചൊരു കൊച്ചേ DYSP ആയതുകൊണ്ട് നീ ഇപ്പൊ രക്ഷപ്പെട്ടു. എടാ സത്യം പറ, നീ എന്തേലും കുഴപ്പം ഒപ്പിച്ചായിരുന്നോ? അല്ല, രണ്ടുപേരും ഇത് ചോദിക്കാനാ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. നിന്നെ ചുമ്മാ ഒന്ന് പാടിയതല്ലേടാ. എന്തായാലും ഞങ്ങളുടെ കുഞ്ഞനിയൻ ഫൈനൽ ഇവിടെ എത്തിയല്ലോ. നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെ പോലെ ഒരു നേഴ്സ് പെണ്ണിനെ കെട്ടി ഇവിടെ അങ്ങ് സെറ്റിൽ ആയിക്കും. നടന്നത് തന്നെ കൂടിപ്പോയ 6 മാസം, അതിൽ കൂടെ ഞാനിവിടെ കാണത്തില്ല. അതെന്നാ? അതൊക്കെ നമുക്ക് സാവധാനം തീരുമാനിക്കാം. ഇപ്പൊ എല്ലാരും വന്നേ, ഞാൻ കാപ്പി എടുത്ത് വെച്ചേക്കാം. ശരി ബാബാ. അനിയൻ കുഞ്ഞേ, ഇത് ആൻസി ചേച്ചിക്കുള്ള മീനച്ചാർ, ഇത് ജാൻ ചേച്ചിക്കുള്ള ഇറച്ചി അച്ചാർ. അയ്യോ അപ്പൊ ഞങ്ങൾക്കോ? എല്ലാവർക്കും കൂടെ കൊടുത്തേക്കണേ. ഇതാ ചേച്ചിക്കുള്ള മാങ്ങാച്ചാർ.
ഇത് ഗ്രേസി മാമിക്കുള്ളതാ, വെളുത്തുള്ളി അച്ചാർ. ആ അതെന്നാടാ? കൊച്ചപ്പൻ തന്നുവിട്ട എണ്ണകളാ, തടവാണല്ലോ. അതെ, വേണ്ടെന്ന് പറഞ്ഞിട്ടും തന്നുവിട്ടതാ. എന്തായാലും നന്നായി. എന്റെ ചേച്ചിമാർക്കൊക്കെ വയസ്സായി വരികയല്ലേ. ആണല്ലേ? ഡാഡാ, ഗ്രേസി അമ്മാമ്മ വിളിച്ചായിരുന്നു കേട്ടോ. അമ്മാമ്മയ്ക്ക് ആസ്മ ഇച്ചിരി കൂടുതലാ, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. നീ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ദേ ഈ അച്ചാറൂട് കൊണ്ടുപോ. ആസ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? പിന്നില്ലാതെ. മനസ്സിന്റെ പ്രയാസം മാറണ്ടേ? സണ്ണിച്ചായ മരിച്ചേ പിന്നെ അമ്മാമ്മ ഇച്ചിരി ഡൗണാ. ആ പിന്നെ ആ പയ്യൻ അലനും ഒരു പദം വന്നിട്ടില്ലാന്നേ. ചുമ്മാ ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലയോ. അതിന്റെയൊക്കെ ടെൻഷനും മാറ്റാനും കൂടിയാ അവിടെ ഒരു പ്ലേ സ്കൂൾ നടത്തുന്നത്. ചേച്ചി, ചേച്ചിക്കുള്ള കാപ്പിപ്പൊടി നമ്മുടെ സ്വന്തം കാപ്പിക്കൊരു പൊടിച്ചുണ്ടാക്കിയതാ. അത് പറ്റുകയല്ല, ഞങ്ങൾക്ക് എന്നാ കാപ്പ് പൊടിച്ച ഇറങ്ങുകയല്ലേ. അയ്യോ, ഇത് കൊച്ചപ്പൻ കൊടുത്തു വിട്ടതാണേ. അതെന്തായാലും നന്നായി. ആൻസി മാമ പണ്ടേ എത്ര കാപ്പിയാ ഒരു ദിവസം കുടിക്കുന്നേ. ഇതെന്തായാലും കുറെ ഉണ്ടല്ലോ, എല്ലാവർക്കും വീതിച്ചെടുക്കാം. ലീന വന്നു തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ കമ്മിറ്റി മീറ്റിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടായി. അവന്മാരെ എന്നെ ഒന്ന് കളി പഠിപ്പിക്കാൻ നോക്കി. ഈ ജെയിംസ് മണക്കാലെ ആരാണെന്ന് ഇവരൊന്നും അറിയാൻ മേല. സ്പോട്ടിൽ ഉണ്ടാക്കി ഞങ്ങൾ വേറെ അസോസിയേഷൻ അറിയോ. എല്ലാം സീനിയർ സിറ്റിസൺസ് ആണല്ലോ. എടാ, പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല, എല്ലാം പണ്ടത്തെ പുലികളാ. പിന്നെ എങ്ങനെ നോക്കിയാലും മറ്റവന്മാരെക്കാൾ മുൻതൂക്കം നമുക്കാ. ജെയിംസേ, ഇത് ഏതാ പുതിയ മുണ്ട് പാർട്ടി? അളിയനാ, നാട്ടിൽ നിന്ന് എത്തിയുള്ളൂ. എല്ലായിടും ഒന്ന് കറങ്ങാൻ ഇറങ്ങിയ. എന്തുട്ടാ പേര്? അനിയൻ കുഞ്ഞെന്നാ. സന്തോഷം കേട്ടാ. ഞാൻ മാത്യു പയനാടൻ. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാ? എന്തോട്ട് ഡിപ്പാർട്ട്മെന്റ്. നാട്ടിൽ നിന്ന് 3 വർഷം മുന്നേ വന്നു. അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നേ. ആണോ? ഇവിടെ ആണെങ്കി ഇപ്പോ മോളുടെ കൊച്ചിന്റെ ബേബി സിറ്റിംഗ്. ഇതെല്ലാം എന്നെ പോലെ തന്നെ ഉള്ളത് പറഞ്ഞാ ഈ ജെയിംസ് കുട്ടിയാ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം. ഈ അസോസിയേഷൻ ഉണ്ടാക്കിയത് ഇവനാ. കുറച്ച് ഡോളർ പോയാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വയസ്സന്മാർക്ക് ഇതാ ഒരാശ്വാസം. എന്നാലേ ഞാൻ ഗ്രേസിയമ്മ അങ്ങോട്ട് പോട്ടെ കളിയാ. എന്നാ പോട്ടെ. ഓക്കെ, ശരി, നമസ്കാരം. അല്ല, ഒന്നുമില്ലേ? വേസ്റ്റ് പാർട്ടികള്. നിങ്ങൾ കളി മീശയുടെ പച്ചേ ഉള്ളൂ. കണ്ടില്ലേ, ഇവരാണ് ഇപ്പൊ എന്റെ രസം. സൽമ. യെസ് മാം. ദിസ് ഈസ് മൈ ബ്രദർ. ഹായ്. ബൈ. വാ, ലഞ്ച് കഴിക്കണ്ടേ? ഓക്കെ ചേച്ചി. ഓക്കെ, ബൈ. സീ യു. വാ. ചേച്ചിക്ക് ഇവിടെ ഫുൾ എന്റർടൈൻമെന്റ് ആണല്ലോ. ഉഗ്രൻ. പണ്ട് അമ്മച്ചി ഉണ്ടാക്കിയ അച്ചാറ് പോലെ തന്നെയുണ്ട്. മേരിക്കുട്ടി അമ്മമ്മ നമ്മുടെ അമ്മച്ചിയുടെ നിന്ന് പഠിച്ചതാ. ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് എത്ര നാളായി. എന്നാ പിന്നെ അമ്മമ്മക്ക് നാട്ടിലോട്ട് പോകുന്നോടെ? ഏതായാലും റിട്ടയറായി, പെൻഷനും ഉണ്ട്. ഇനി നാടൊന്നും എനിക്കില്ല മോനെ. അവിടെ വന്നാലും സ്വന്തം വീടില്ല. പിന്നെ അലൻ ഇവിടെ തന്നെയല്ലേ. അവനൊന്ന് സെറ്റിലാവണം, അത് മാത്ര ഇപ്പൊ എന്റെ വിഷമം. അലനെ പോലെ തന്നെ അവന്റെ ഒരേ ഒരു അമ്മാച്ചനും. അമ്മാച്ചൻ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ. കറങ്ങി 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 തിരിഞ്ഞിങ്ങ അമേരിക്കയിലും എത്തി അല്ലേടാ. ഒരു ഷോർട്ട് വിസിറ്റ്, അത്രേ ഉള്ളൂ. ഒന്നുമല്ല, നിന്നെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നാട്ടിലേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ പിടിച്ച് കെട്ടിക്കാൻ പോവാ. അത് നടന്നത് തന്നെ. ഓ ശരി, കഴിക്കും. പാപ്പിച്ചാനിപ്പോ കൃഷിയൊക്കെ ഉണ്ടോടാ? പുള്ളിക്കാരന് കൃഷി അങ്ങനെ സ്ഥിരം പരിപാടിയൊന്നല്ലല്ലോ ചേച്ചി. ഒരു മൂഡ് തോന്നിയാ പുള്ളി അങ്ങ് ചെയ്യും. ഓ ആ, അലന്തേ വരുന്നു. എവിടെ? അവിടേക്ക് നോക്ക്. അലൻ,
ആരാന്നറിയാമോ? ഷിബിൻ. നോ, ഷിബിൻ അങ്കിൾ. ആ, ഏജസ് ഒക്കെ സെയിം ആണ്. സ്റ്റിൽ ഹീസ് യുവർ അങ്കിൾ. ഏയ്, അങ്ങനെ വലിയ അങ്കിൾ വിളിയൊന്നും വേണ്ട. അല്ലെന്ന് ഇത്രയെങ്കിലും ഓർത്തല്ലോ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുറഞ്ഞത് 7 വർഷമെങ്കിലും ആയില്ലേ? എന്നെ മനസ്സിലാക്കിയതിന് വലിയ കാര്യം. എക്സ്ക്യൂസ് മീ. ഏയ്, എനിക്കിവന്റെ കാര്യം ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തോ ക്യാമ്പെന്നും പറഞ്ഞു പോയിട്ട് 3 ദിവസമായി. ഇപ്പോഴാ വരുന്നേ. ഞാൻ അകത്തോട്ട് പോവാ. തണുപ്പ് തുടങ്ങി. നീ വാ. ശരി. Mom, I'm going out. നിക്ക്. What? കണ്ടോ, ഇതാണ് ഈ ചെക്കന്റെ മട്ട്. അവന് മമ്മിയും വേണ്ട, വീടും വേണ്ട. മോനെ, നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ എങ്ങോട്ടാ? നീ അങ്കിളിനോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. ഞാൻ അധികം ലേറ്റ് ആവില്ല മോം. I'm just going for a drive. ഏയ്, ഇങ്ങ് വന്നേ. മോനെ, നീ ഇവനെയും കൂട്ടി ഒന്ന് പുറത്തു പോ. നിനക്കും ഒരു കമ്പനിയാവും. ഇവന് സിറ്റിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. Come on mom, I gotta go somewhere. ഒന്നും പറയണ്ട. നീ അങ്കിളിനെ കൂട്ടി പോയാ മതി. ഏയ് അമ്മമ്മേ, അവൻ പോയിട്ട് വരട്ടെ. നോ നോ, അലൻ നിന്നെയും കൂട്ടി മാത്രം ഇപ്പൊ പോയാ മതി. ഈ അമ്മമ്മയുടെ കാര്യം. Okay, I'll take him. But ഈ uncultured dress മാറ്റണം. Done. ഞാൻ മാറ്റാം. Okay, go and change. Want a drink? എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? Do you drink? Hey, no. എന്നാലേ ഞാൻ ഡ്രിങ്ക് കഴിക്കാനാ പുറത്തേക്ക് ഇറങ്ങിയത്. In a bar. Have any problem? ഏയ്, നോ പ്രോബ്ലം. നാട്ടിൽ വെച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ ഞാനും ബാറിൽ പോകാറുണ്ട്. ഞാൻ നട്ട്സും കഴിച്ചിരിക്കും. കൊച്ചപ്പന്റെ കൂടെ വളർന്നതിന്റെ ശീലമാ. That's okay. Let's go. Seat belt ഇട്ടോ. Come on. Excuse me. Yes. You got a lighter? No. Give me a wallet. Uncle. Give me a wallet. Hurry up. Give him wallet. Hurry up. Give him wallet. Purse കൊടുക്ക്. Hurry up. Right now. എന്താ? Oh, he will shoot me. Give. Hurry up. Hurry up. ആര്? ഇവനോ? Get lost, you. Uncle. Yo. Wow. I'm impressed. How did you do that, man? അതാണ്ടാ കളരി. You gotta teach me this. ആദ്യം നീ വൃത്തിയുടെ വേഷമൊക്കെ ഒന്ന് മാറ്റേ, എന്നിട്ട് പഠിപ്പിക്കാം. വാ. Okay. Cheers to my dear uncle from Paiga. Cheers. And cheers to my dear Sean Carver. ആരാ ഈ പോസ്റ്ററിൽ? Are you kidding me? You don't know this guy? ഇല്ല. That's the legendary football player Sean Carver. Oh, football. Wait. This is not that football. What are you talking about is soccer. This is American football. മോനെ, സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലായില്ല. You know Sachin Tendulkar, right? അറിയാം. Okay. ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലെയാണ് ഫുട്ബോളിൽ ഷോൺ കാർവർ. ഓ, നമ്മുടെ നെയ്മറിനെയും മെസ്സിയൊക്കെ പോലെ. No. നിങ്ങളുടെ ഫുട്ബോൾ ഈസ് കോൾഡ് സോക്കർ ഹിയർ. Okay? ഇന്ത്യയിൽ ഈ ഗെയിം അത്ര പോപ്പുലർ അല്ലല്ലോ. But in America it's a popular game, you know. Like cricket in India. ഈ ഷോൺ എന്ത് പറ്റി? That's a sad story. About 2 months back, ടെക്സസിലുള്ള ആസ്പെൻ എന്ന സ്ഥലത്ത് he went for skiing. And you know skiing, right? മനസ്സിലായി. സ്നോലൊക്കെ മനസ്സിലായി. സ്കീയിങ് ചെയ്യുമ്പോൾ
where it's third winner. His spinal cord got injured, and that's a sad story. And I don't know if he will ever recover from that. That was a national tragedy. Hey, Greta. Oh, hey, Alan. How are you? Oh, it's so good to see you. Good to see you too. What have you been up to? I actually just got back from Rio. I was doing a research job there. That's where I met Juan. This is my old friend Alan. Nice to meet you, man. Nice to meet you. He's actually a genius with music. Really? This is my uncle. Namaste. Oh, your uncle? He doesn't look any older than you are. That's the beauty of Indian families, my dear. Right, uncle? All right, well, I'll see you around. I'll see It you. was nice Bye. to meet you. ഓക്കെ. ഗ്രേറ്റയ്ക്ക് പുതിയ കക്ഷി കിട്ടി, പക്ഷെ നിനക്ക് പിന്നെ ആരും വന്നില്ലേ? Pinna varade. But uncle, it's all a game. You girls were other trouble. Now I want to free for a while. Uncle and American girlfriend Aveno. You tell me, girls will really fall for you. നീയാടാ മോനെ ശരിയായ അനന്തരവൻ. അമ്മാച്ചനെ ഇതിൽ കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുമോ? അമ്മാമേ, പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. അത് അങ്ങനെയാണ് അമ്മാമേ. നല്ല ആളാ. Hurry up, uncle. കേസ് ഏതാണ്ടൊക്കെ ഒത്തീർപ്പാവുന്നതിന്റെ ലക്ഷണമാണ്. കഴിഞ്ഞ ദിവസം അശ്വതി മാഡം എന്നെയും രമ്യയും അവളുടെ അമ്മയും ഒരുമിച്ചിരുത്തി സംസാരിച്ചായിരുന്നു. അപ്പോൾ പെങ്കൊച്ചും അമ്മയും പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞേ. പക്ഷേ അന്ന് തന്നെ അശ്വതി മാഡത്തിന് ഡൽഹിക്ക് ഒരു കോൺഫറൻസിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ ബാക്കിയൊക്കെ നോക്കാന്നാ പറഞ്ഞേക്കുന്നത്. ആശ്വാസം. പക്ഷേ ഞാവളി ഇനിയും കളിക്കുകയല്ലേ? ആ പേടിയുണ്ട്. പക്ഷേ പെണ്ണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛനില്ലാത്ത കൊച്ച. അവൾക്കും അമ്മയ്ക്കും എങ്ങനെയെങ്കിലും സിനിമയിലെത്തി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള മട്ടാ കാണുന്നേ. പിന്നെ അവിടെ എന്നാ ഉണ്ടടാ പോയി, നീ എവിടെ പൊളിക്കുവല്ലേ? അത് നിനക്ക് അറിയാഞ്ഞിട്ടാടാ. നമ്മുടെ പൈകയുടെ സുഖമൊന്നും ഈ അമേരിക്ക ഇല്ലടാ പോവേ. ഹലോ ഹലോ അമ്മാമേ, ഞാനെന്നാ ഇറങ്ങട്ടെ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. അത് പറയണോ അമ്മാമേ? അമ്മാമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അനിയത്തിമാരെ വീട്ടിലോട്ടൊക്കെ വരാമല്ലോ. പിന്നെന്താ? എന്നാ പിന്നെ വൈകണ്ട, ജാൻസി നിന്നെ കാത്തിരിക്കല്ലേ. ഓക്കെ അമ്മാമേ. ചെല്ലേ. ബൈ. ആ അനിയൻകുട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ഞാൻ ഇറങ്ങാ. ഞങ്ങളുടെ എവിടെ എത്തി? എവിടെ? അച്ചായ അവരെത്തി. അനിയൻകുട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു. ചേച്ചി പോയിട്ട് വരാം. അവള് പൊക്കോട്ടെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അളിയാ. അലനെ, മമ്മിയുടെ ആസ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? മോനെ, ഞാൻ പോയിട്ട് വരാടാ. അച്ചായനെ നോക്കിക്കോണേ. ഞാനും ഏറ്റെടുത്തിരിക്കുകയല്ലേ. ആ അതൊക്കെ ഇരിക്കട്ടെ. എടാ, നീ അങ്കിളിനെ വീഴ്ത്തിയോ അതോ അങ്കിൾ നിന്നെ വീഴ്ത്തിയോ? ഇവൻ അങ്ങനെ സാധാരണ റിലേറ്റീവ്സിനോട് അടുക്കുന്ന ടീമൊന്നും അല്ല. അത് ഞങ്ങള് റിലേറ്റീവ്സ് അല്ലല്ലോ, ഫ്രണ്ട്സ്. ദാണ്ട് കിടക്കുന്നു, ഞാൻ പറഞ്ഞതാ കുറ്റം. Uncle, I have an assignment. I'll see you later. ഓക്കെ, നീ പോയിട്ട് വാ. Bye. അസൈൻമെന്റ് ഒന്നും അല്ല ഇത്, ചുമ്മാ യോ. നീ വാ, ഒരു സ്പെഷ്യൽ ഐറ്റം നിനക്ക് വേണ്ടിയുണ്ട്. കേറി വാ അളിയാ. പോണില്ലേ ഇവിടെ? അളിയോ,
അളിയോ ദാ അളിയൻ ചോദിച്ച സാധനം ഇതന്നെ. ഓ മൺചട്ടിയോ? എന്റെ അളിയ, ഞാൻ ഇതിന്റെ കാര്യം അങ്ങ് മറന്നിരിക്കുമായിരുന്നു. ഈ വരുന്ന വീക്കെൻഡില് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഞാൻ ഇത് വെച്ചൊരു തകർക്കും. ഒരടിപൊളി സ്പെഷ്യൽ. പക്ഷേ ഇന്ന് അളിയൻ വന്നത് പ്രമാണിച്ച് എന്റെ മറ്റൊരു സ്പെഷ്യൽ ഒരു മെക്സിക്കൻ ഐറ്റം ആണ്. ഒരു പരീക്ഷണമാ. അളിയോ, എന്റെ പുറത്ത് തന്നെ വേണോ പരീക്ഷണം? എന്റെ അളിയ, ഇതുപോലെ വല്ലവരും വരുമ്പോഴേ എന്റെ പരീക്ഷണമൊക്കെ നടക്കും. ഇങ്ങോട്ട് നോക്ക്, നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവക്ക് വല്ല കഞ്ഞിയോ ചപ്പാത്തിയോ, പിള്ളേർക്ക് ബർഗറും പിസയും. എനിക്കാണ് ഇതൊന്നുമില്ല, നടക്കത്തുമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്തില്ലെങ്കിലേ കൈ ചൊറിയും. അതൊക്കെ ഇരിക്കട്ടെ, ഒരെണ്ണം ഒഴിക്കല്ലേ? വേണ്ട അളിയ. എടാ പേടിക്കണ്ടെന്ന്, ചേച്ചി വരുന്നതിന് മണമൊക്കെ അങ്ങ് പൊക്കോളൂ. വേണ്ട 2 ഉള്ളി അരിഞ്ഞുതരാം. വേണ്ട അളിയ. വേണ്ട പോ, ഞാൻ അടിക്കാൻ പോവാ. ഈ അളിയനൊരു കാര്യം. അളിയ, ഞാൻ അതേ വരുന്നു. നല്ല മണം. അളിയനൊരു കാര്യം അറിയോ? ഇവിടെ എല്ലാമാരും പറയും തോമസ് കുട്ടി ഒരു പണിക്കും പോവാതെ ഭാര്യയുടെ ശമ്പളവും കൊണ്ട് ഉടായിപ്പും വെള്ളോടിയായിട്ട് നടക്കണമെന്ന്. അളിനാ കുപ്പിയും കെടുത്തേ. എടാ പറഞ്ഞോട്ടടാ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ബട്ട് ഐ ആം വെരി വെരി ഹാപ്പി. എടാ, ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്ന ഞാനല്ലേ? എന്താ പണിയല്ലേ? പിന്നെ അളിയോ, ഞാനൊരു കാര്യം പറയട്ടെ. നല്ല ഉഗ്രം പെൺകൊച്ചുങ്ങളുണ്ട്. എടാ, നിനക്കും വേണ്ട എന്നെ പോലെ ഹാപ്പി ആയിട്ടൊരു ലൈഫ്. ഞാനൊരാളെ നോക്കട്ടെ? ഹേയ് അയ്യോ, എനിക്ക് വേണ്ട അളിയാ. അതന്നെ, എനിക്ക് തിരിച്ച് നാട്ടിൽ പോണം. അതന്നെ, ഞാൻ ഹാപ്പി അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനല്ല അച്ഛാ, അച്ഛാന്റെ ലൈഫ് അടിപൊളിയല്ലേ. എനിക്കത് ശരിയാവൂല, അതുകൊണ്ടാ. ഓ, ഉറപ്പാണോ? പിന്നെ എന്നാ ആ സങ്കടത്തിന് ഞാൻ ഒരെണ്ണം കൂടെ അടിക്കാം. കുപ്പിങ് ഇതാ. ഹലോ, ഇത് ജാൻസി അല്ലേ? അതെ ജാൻസി, ഇത് ഞാനാ, ഡിവൈഎസ്പി അശ്വതി, ബിൻസിയുടെ ക്ലാസ്മേറ്റ്. മനസ്സിലായി. എന്നാ മാഡം വിളിച്ചേ? അയ്യോ, മാഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ബിൻസിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച്. പിന്നെ ഞാൻ വിളിച്ചതേ, അനിയൻ കുഞ്ഞവിടെ ഇല്ലേ? ഉണ്ടല്ലോ, എന്റെ വീട്ടിലുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ അശ്വതി വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. പേടിക്കാനൊന്നുമില്ല, ഇവിടെ ചില പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ. എന്നാ ഒരു കാര്യം ചെയ്, അവനെ അവിടെ എങ്ങാനും നിർത്തി നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചുവിട്. ഒന്നും പറയണ്ട, എത്രയും വേഗം അവന് പൈകയിൽ തിരിച്ചെത്തണമെന്ന് ആഗ്രഹം. പക്ഷേ ഞങ്ങൾ അവനെ ഇവിടെ പിടിച്ചു നിർത്താൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, അശ്വതിക്ക് അവനോട് സംസാരിക്കണോ? ഞാൻ ഫോൺ കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. എന്റെ അന്വേഷണം പറഞ്ഞേരേ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ഇല്ല സർ, തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എടോ അറിയാലോ, ഇതെങ്ങാനും പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ രാജ്യം ഒന്നടങ്കം പ്രതിസന്ധിയിലാവും. നീ അതൊന്ന് മ്യൂട്ട് ചെയ്തേ. കൂട്ടത്തിലൊരുത്തൻ ചതിക്കൂന്ന് കരുതിയില്ല. ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, ഡിവൈഎസ്പി അശ്വതിയുടെ. എന്താ കാര്യം? പേടിയുണ്ട്. ഒന്നുമില്ലടാ, അവര് വെറുതെ ഒരു സ്നേഹാന്വേഷണം നടത്താൻ വിളിച്ചതാ. പക്ഷേ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറഞ്ഞു, നിന്നെ ഇവിടെ തന്നെ ഒരു പെണ്ണും കെട്ടിച്ചു നിർത്താൻ. ഇവർക്കിത് എന്തിന്റെ അസുഖം? അവർക്കല്ല, ഞങ്ങള് പെങ്ങന്മാർക്കാ. അതുകൊണ്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കേട്ടോ. ഒന്ന് ചുമ്മാ തിരി ചേച്ചി, എന്നിട്ട് വേണം തോമസ് കുട്ടിച്ചാനെ പോലെ ഇങ്ങനെ ഭാര്യയുടെയും പിള്ളേരും മുമ്പിൽ കോമഡി കളിച്ച് നടക്കാൻ. ഓഹോ, അച്ചായൻ വെറും കൊമേഡിയനായിട്ട് ഞങ്ങളുടെ കൂടെ കഴിയുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? ശരിയാ മോനെ,
പുറമേക്ക് അച്ചായൻ വെറും ഒരു കൊമേഡിയനാ. വേലയും കൂലിയില്ലാത്ത ജീവിതമാ. പക്ഷേ ആ മനുഷ്യനുള്ളത് കൊണ്ടാ ഞങ്ങളുടെ കുടുംബം സ്വർഗം പോലെ ഇങ്ങനെ പോകുന്നേ. നിനക്കറിയാമോ, 2 വർഷം മുമ്പ് എനിക്കൊരു ക്യാൻസർ കണ്ടീഷൻ ഉണ്ടായി. നാട്ടിലൊന്നും ആരെ അറിയിച്ചില്ല. ആ സമയത്തൊക്കെ അച്ചായൻ ഒറ്റയ്ക്ക് ഞങ്ങളുടെ എല്ലാ കാര്യവും നടത്തിക്കൊണ്ടു പോയി. ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അച്ചായനുള്ളതുകൊണ്ട് പിള്ളേരുടെ കാര്യത്തിനൊന്നും ഒരു ടെൻഷനും വേണ്ടി വന്നില്ല. ചില സമയത്തൊക്കെ ഞാനും പിള്ളേരും പോലും അങ്ങനെ കളിയാക്കും. ആ മനുഷ്യന്റെ വില ഞങ്ങൾ പോലും മറക്കും. സോറി ചേച്ചി. ദാ വരുന്നു. അല്ല, എന്റെ മെക്സിക്കൻ ഡിഷിനെ പറ്റി ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. വാട്ട്സ് എ സീക്രട്ട്? ഡാഡിയുടെ അടുത്തല്ലേ അമ്മ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ ഫുഡ് എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്യണ്ട? ആ അതാണ് അവനെ പറഞ്ഞത്. അതൊന്നമ്മ വെറുതെ പറഞ്ഞതാ. അളിയാ ഫുഡ് സൂപ്പറാ. പറഞ്ഞുകൂടാ അളിയാ, കേട്ട് പടി. ഇതൊന്നും അല്ല, അടുത്ത വീക്കെൻഡില് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന് ഡാഡിയുടെ വക വേറെ ഒരു സ്പെഷ്യൽ ഉണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പറയാൻ മറന്നുപോയി. ഗെറ്റ് ടുഗദർ കഴിഞ്ഞ് അനിയൻ കുഞ്ഞിനെ ബിൻസി സാജനും കൂടി അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നിർത്താനാ പ്ലാൻ. അളിയോ ഒന്ന് സൂക്ഷിച്ചിരുന്നോ. സാജനളിയന്റെ അടുത്തോട്ടാ പോകുന്നത്. ഞങ്ങളെപ്പോലെ അല്ല. ആ സാജനളിയനെ ഇത്തിരി ആൾ ഒഫീഷ്യലാ. ഇച്ചിരിയൊക്കെ ഒഫീഷ്യൽ വേണം. ആ എടാ, നിന്റെ പെങ്ങളായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും സോഷ്യൽ ആയിട്ടുള്ള എന്നെ പോലുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ആണോ ചേച്ചി? അതൊക്കെ പോട്ടെ. അളിയാ, ആളിയനല്ലേ പറഞ്ഞത് ഫുഡ് അടിപൊളിയാണെന്ന്. കഴിക്ക്. അച്ചായോ, ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി ഒരു പിടി പിടിച്ചാലോ? തോമസൂട്ടിയേ, തടി കൂടുതലാ. ഓ, അതൊക്കെ കുറയുന്നേ. കുറയും. ആ ചുട്ടു വെച്ചേക്കണ ഇറച്ചി കുറയും. നാൻസി, അമ്മാമ വന്നല്ലോ. എന്നെ അമ്മാമ്മ താമസിച്ചേ? ഇത്തിരി താമസിച്ചു പോയി. എന്തായി? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട അമ്മാമ്മേ, ഞങ്ങക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എടാ, സാധനം വരികയല്ലേ? ഓ, അവൻ വരത്തൊന്നുമില്ലെന്നേ. ഇനിയിപ്പോ വന്നിട്ട് എന്നാ കാണിക്കാനാ? അത് ശരിയാ. ഏതായാലും അനിയും കുഞ്ഞു വന്ന കാരണം ഒരു അമൻസിനുള്ള വകയായി. അത് കേട്ടോ ഗ്രേസി മാമോ, ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്ന് എന്റെ വക ഒരു അടിപൊളി സ്പെഷ്യൽ ഉണ്ട്. സ്പോൺസേഡ് ബൈ അനിയൻ കുഞ്ഞു. അനിയൻ സ്പെഷ്യൽ പിന്നെ വായിൽ വെക്കാൻ കൊള്ളാവുന്നതാണോ തോമസ് ഊട്ടി? അതെ, നമുക്കെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങ് എടുത്താലോ? ഇപ്പോഴോ? ഇച്ചിരി കഴിഞ്ഞിട്ട് പോരെ? ഇപ്പോഴാണ് എല്ലാവരുടെ ഇങ്ങനെ ഷേപ്പ് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഷേപ്പ് എങ്ങനെയാന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. അത് ശരിയാ, ഇപ്പൊ എടുക്കുന്ന നല്ലത്. അതെ, പുള്ളിക്കാരന്റെ സ്വന്തം കാര്യം പറഞ്ഞേന് എല്ലാരും കൂടെ എന്നെ നോക്കുന്നതിനാ. അയ്യോ, എന്റെ സ്പെഷ്യൽ. ഞാനും പറയടാ. ഇളക്കണ്ടേ? ഞാൻ ഇളക്കാം. So uncle, I'll come twice a week. I just want to learn Kalaripaid. പഠിപ്പിക്കാടാ. Hello. Hi everyone. I have a very important announcement to make. Our dear Sergeant Uncle കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് എനിക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ കിട്ടി. He has some very urgent work to finish for a contract deal for our hero Sean Carver. ബിൻസിയാനെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുള്ളൂ ഇത്. സാജനങ്ങളും ഷോണും തമ്മിൽ എന്താ ബന്ധം? സാജനങ്ങളുടെ കമ്പനിയാണ് ഷോൺ കാർവറിന്റെ എല്ലാ അഡ്വർടൈസ്മെന്റും ചെയ്യുന്നത്. അതെ. Why don't you sing us a song by then? Yeah? അനിയൻ കുഞ്ഞ്
കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ കണ്ടില്ല അല്ലേ? അതെ. എനിവേ യു ആർ ഗോയിങ് ടു സ്റ്റേ വിത്ത് us, okay? Uncle, any inside information regarding Sean's recovery? No idea. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് മാത്രമേ നമുക്കറിയാവുള്ളൂ. Poor guy. Sean ordered exclusive meeting. That was my greatest wish. I know. I'll always ask Sajan uncle about him. Inipo, who knows? That's fate. Everybody listen. സ്വന്തം സഹോദരങ്ങളെ, ഈ ആങ്ങളയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കൂ. എന്റെ അളിയൻ, അതും എന്റെ സ്വന്തം അളിയൻ, ഈ നിൽക്കുന്ന അനിയൻ കുഞ്ഞ് അങ്ങ് പൈകയിൽ നിന്ന് എല്ലാ കടമ്പകളും കടന്ന്, കസ്റ്റംസ് കടമ്പകളും കടന്ന് ഇവിടെ എത്തിച്ചതാണ് ഈ മൺചട്ടി. എടാ ചട്ടിയിൽ എന്താണെന്ന് നീ അങ്ങ് പറ. ഈ ചട്ടിക്കകത്താണ് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കോട്ടയം കൊടംപുളി ഇട്ട മീൻകറി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു. അയ്യോ പൊട്ടി. അയ്യേ. No, I want to watch it. Then you eat your food. I'll eat it after watching it. ഈ കള്ളൻ കുറച്ച് നാളായിട്ട് നീ എന്നെ പറഞ്ഞു പറ്റിക്കാണ്. First you eat your food, then you can watch TV. I want to watch it. No, you eat your food first. എന്തു ചേച്ചി? ചെക്കൻ അഹങ്കാരം അല്ല എന്നെ പറയാനാ. എപ്പോ നോക്കിയാൽ ഈ കുന്തത്തിന്റെ മുന്നിലാന്നേ. ആഹാരം ഒട്ട് കഴിക്കത്തുമില്ല. ചേച്ചി പോയിക്കോ, ഞാൻ കൊടുത്തോളാം. നമുക്ക് കഴിക്കാം. അതെ, ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ടി വി വേണം. അങ്കിളല്ലേ പറയുന്നേ? ഓക്കെ? പക്ഷെ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ടി വി കാണാം. ഓക്കെ? ദാറ്റ്സ് മൈ ബോയ്. You are my boy. अंगड़े चटम भी चक्का अंगड़े चक्कर I love you. Ron, what's the time now? 9:45. And what's the bedtime? 9 o'clock. സായിച്ച, ഞാൻ വന്നോണ്ട് ഞങ്ങളുടെ കൂടെ ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആവശ്യമില്ലാതെ ശീലങ്ങൾ മാറ്റേണ്ട കാര്യമില്ല. Don't spoil him, please. Okay? Go to bed. Good night, Uncle. Good night. Good night, Papa. Good night. ഷിബിൻ, എനിക്ക് സംസാരിക്കാറുണ്ട്. നാളെ രാവിലെ സംസാരിക്കാം. ഇന്നിപ്പോ ലേറ്റായി. പോയി കിടന്നോളൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഷിബിന് പറ്റിയ ഒരു കോഴ്സ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. വെറുതെ നിന്ന് സമയം കളയണ്ട. ഈ നാടിന്റെ കൾച്ചറും ലൈഫ് സ്റ്റൈലും ഒക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യാം. കുറച്ച് ഏർണിങ്സും ആവും. ഇവിടെ ഒരുപാട് ടെമ്പററി ജോബ്സ് കിട്ടും. ഇറ്റ്സ് ഈസി. സോ മേ ബി ഐ ക്യാൻ ഫൈൻഡ് എ ജോബ് ഫോർ യു ടുമോറോ. നാളെയോ? വൈ നോട്ട്?
ഇവിടെ നമ്മുടെ നാട് പോലെയല്ല, പെട്ടെന്ന് ജോലി കിട്ടും. വുഡ് യു മൈൻഡ് അതൊന്നെടുത്ത് ഇവിടെ വെച്ച് തരാമോ? ദാറ്റ് ബ്ലാക്ക് വൺ. താങ്ക് യു. What the fuck? It's gonna come out of your salary, okay? What are you doing? Get back to work now or you're fired. ആ ഹലോ കൊച്ചപ്പ, എന്നാക്കെയുണ്ട്? ആ എടി കൊച്ചെ, ഞാൻ വിളിച്ചതേ, എടി നിന്റെ അനിയനെ ഞാൻ അങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചത് കണ്ട അവിടെ ഇവിടെ മാടുപണിക്ക് വിടാനല്ല. എടി നിന്റെ കെട്ടിയനോട് പറഞ്ഞുതരാം, മറ്റേ എടി എന്റെ കൊച്ചിനെ അവിടെ ആട്ടും തുപ്പും നിന്നും കിട്ടുന്ന പണിക്കൊന്നും വിടാനൊക്കത്തില്ല. പറഞ്ഞുതരാം അവനോട്. അയ്യോ കൊച്ചപ്പ, അത് പിന്നെ സാജനോട് ഞാനത് പറഞ്ഞതാ. പക്ഷെ ഇവിടത്തെ രീതിയൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാ സാജൻ അവനെ പണിക്ക് വിട്ടത്. എടി കുഞ്ഞെ, ആ ആദ്യ പഠിപ്പൊന്നും വേണ്ട കേട്ടോ. ആ സത്യം പറഞ്ഞാല് അവൻ എന്നെ വിളിച്ച് പരാതിയും സങ്കടമൊന്നും പറഞ്ഞതല്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവനോട് സംസാരിക്കുമ്പോ അവൻ എന്തോ ഒരു വല്ലായിക കുത്തി കുത്തി ചോദിച്ചപ്പോ എനിക്ക് അവന്റെ ഉള്ളിലെ ദണ്ണം മനസ്സിലായി. മോളെ, എടി കൊച്ചേ, നിനക്കറിയാലോ എടി, ഈ ചേട്ടന്റെയും ചേച്ചിയുടെയും മോനായിട്ടല്ല, സ്വന്തം കുഞ്ഞായിട്ടാ അവൻ ഞങ്ങളുടെ വീട്ടിൽ വളർന്നത്. അവനെ കണ്ട സായിപ്പിന്റെ അവിടെ എച്ചിൽ കഴിയാൻ വിട്ടാലുണ്ടല്ലോ. ആ കൊച്ചപ്പ, ഞാൻ സാജനോട് പറയാം. ആ പറഞ്ഞേര് കേട്ടോ. അതുകൊണ്ട് സാജ, നാളെ രാവിലെ അവൻ പണി കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കണം. അതുമാത്രമല്ല, ഗ്രേസി മാമയും ജാൻസി മാമയും കുറച്ച് നാളായിട്ട് ഈ കാര്യം എന്നോട് അത്ര സുഖമില്ലാത്ത രീതിയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ കൊച്ചപ്പനും കൂടെ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് മതിയായി. അവന് ജീവിതത്തിൽ കുറച്ച് കോൺഫിഡൻസ് വരാനും ജീവിതം പഠിക്കാനും ഒക്കെയാണ് പണിക്ക് വിട്ടത്. അവന്റെ നല്ലതിന് വേണ്ടിയല്ലേ അതൊക്കെ ചെയ്തേ. സാജൻ ഉദ്ദേശിച്ച അതായിരിക്കാം. പക്ഷെ അവർക്ക് ഇതൊന്നും മനസ്സിലാകുകയല്ല. ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിയും മരിച്ച പിന്നെ അവരല്ലേ അവനെ വളർത്തി വലുതാക്കിയ. അത് മാത്രമല്ല, അവൻ ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞാങ്ങളെ. എന്റെ സാജ, വിഷമിക്കാതെ. അവൻ ഇതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഒത്തുവരും. പപ്പ വരുന്നു. ചെല്. What's that you're playing? എന്താ കളിക്കുന്നത്?
Come on, come on. Come on, come on, play with me. Catch me if you can. Come on. Oh. Yeah, that's it. That's all. Oh. സൈജാ അച്ഛാ എന്ത് പറ്റി? എന്റെ നടുവ്. അയ്യോ എന്നാ പറ്റിയേ? നടു വിളിക്കുന്നത് തോന്നേ. നടു വിളിക്കാൻ ഇത്രയും പെയിൻ ഉണ്ടാവോ? ആ ചിലപ്പം കാണും. സംസാരിക്കാതെ നീ പോയി ബാം എടുക്ക്. തൂളി കഴിഞ്ഞു. പയ്യൻ. ആ സൂക്ഷിച്ച്. I can stand this pain. ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. Please call the ambulance. ഇച്ചിരി കൂടെ നോക്കിയിട്ട് വിളിച്ചാ പോരെ? വേണ്ട. Call the ambulance, please. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ അനിയൻ കുഞ്ഞിന് ഈ തടവലൊക്കെ നല്ല വശമുള്ളതാ. നമ്മുടെ കൊച്ചപ്പന്റെ കൂടെ നിന്ന് ഇതൊക്കെ നന്നായി പഠിച്ചതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? No. തടവലും പിഴിച്ചിലും ഒക്കെ ശരിയാകില്ല. അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് പോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാവില്ല. I cannot take risk. Please. സാജ നമ്മുടെ അനിയൻ കുഞ്ഞല്ലേ, എന്നാത്തിനാ പേടിക്കുന്നേ? വേദന എനിക്കല്ലേ? അതെ, പക്ഷെ തടവി കഴിഞ്ഞ് ശരിയായില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. അതുവരെ ഞാൻ വേദന സഹിച്ചിരിക്കണോ? ഒന്ന് ട്രൈ ചെയ്യും മനുഷ്യ. വേണ്ട. No. അയ്യോ, മൂവി ആവുന്നില്ല. വേണ്ട. No. ചേച്ചി ഒന്ന് പിടിച്ചേ. വേദനയുണ്ടെന്ന്. ഇനി ഒന്ന് എണീറ്റേ. എണീക്കാൻ പറ്റില്ല, വേദനയാണ്. എണീറ്റ് നോക്ക്. കൈ തന്നെ. കൈ തരാൻ. കൈ തരൂ. എന്താണ്? ഇനി ഒന്ന് കുനിഞ്ഞ് നോക്ക്. ഇനിയൊന്ന് കുനിഞ്ഞ് നോക്ക്. ഇത്രയേ ഉള്ളൂ. It's gone. Wow. Excellent, man. Amazing guy. അപ്പോഴേ ആ ഹോസ്പിറ്റലിന്റെയും ഡോക്ടറിന്റെയും ആംബുലൻസിന്റെയും എല്ലാത്തിന്റെയും ബില്ലങ്ങ് ചേർത്ത് ഒരു 200-300 അല്ലേ വേണ്ട, ഒരു $500 ഇവനോടങ്ങ് കൊടുത്തേരെ. എന്നാ ബളമായിരുന്നു ഇവിടെ. ഓ, ഒന്നും പറയണ്ട. മാറ്. Thank you, Alia. Excellent job. എന്റെ സൂപ്പ് എവിടെ? എന്താ ഒന്നും കഴിക്കുന്നില്ലല്ലോ? ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരം ഒന്നും പിടിക്കുന്നില്ലേ? അതൊന്നല്ല, വിശപ്പില്ല. അതിനെന്തോ പറയുമല്ലോ, ജെറ്റ് ലാഗ്. അത് തന്നെ. ഇതൊന്നും അല്ല. ഞാനെപ്പോഴാ നാട്ടിൽ പോകുന്നേന്നല്ലേ വിചാരം സദാ. Sean Carver, the living legend ഇത് of നമ്മുടെ football, കളിക്കാരനല്ലേ? will be moved to his residence tomorrow. According to the medical bulletin issued by the hospital where he has been receiving treatment after a ski accident, there is no change in his spinal cord condition. With no other effective treatment available at the hospital, he will undergo round-the-clock observation at his own residence. എനിക്ക് തോന്നുന്നേ അനിയൻ കുഞ്ഞിനെ കൊണ്ട് ഇവനൊന്ന് തടവിച്ചു കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആവും. പാപ്പിച്ചായന്റെ ഏട്ടനെ അനിയൻ കുഞ്ഞിന്റെ തടവിൽ സംഗതി റെഡി. നീ പറഞ്ഞ അത്ര നിസ്സാര കാര്യമല്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ചിലപ്പോ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചേക്കും. സാജൻ കാര്യമായിട്ടാണോ പറയുന്നേ? അതെ. നീ വന്നേ. അതെ, ബിൻസി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ ഇയാൾ കിടക്കുന്നത്? അതെ. അതുകൊണ്ട് നമുക്കൊന്ന് അനിയ കുഞ്ഞിനെ കാർവാറിന്റെ അടുത്ത് കൊണ്ടുപോയാലോ? ഇതിപ്പോ എങ്ങനാ? ഞാൻ ആ വിങ്ങുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നേ. അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും,
നാളെ ഹോസ്പിറ്റലിൽ പോകും, ഞാനും വരുന്നു. ലെറ്റ്സ് ട്രൈ. ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും നല്ല ക്ലയന്റ് ആണ് അദ്ദേഹം. സോ ഐ തിങ്ക് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. എന്റെ ഡ്യൂട്ടിക്ക് പണി ഉണ്ടാക്കാതിരുന്നാ മതി. Okay, thank you. I know. All right, bye. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓർത്തോ വിങ്ങിന് മേൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സിസ്റ്റർ ബെൻസിക്ക് അറിയാമല്ലോ, ഇപ്പോൾ പുറമേ നിന്നൊരാൾ നമ്മുടെ ന്യൂറോ വിങ്ങിനോട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊരു സജഷൻ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുമോ? നോ, ഇല്ല. സി മിസ്റ്റർ സാജൻ, ആയുർവേദത്തിൻ്റെയും ട്രഡീഷണൽ നാടൻ മർമ്മ ചികിത്സയുടെയൊക്കെ ഗ്രേറ്റ്നെസ് എനിക്കും അറിയാം. ബട്ട് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, എ ലീഗലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. അതിനെ മറികടന്ന് മറ്റൊന്ന് വേണമെന്ന് നമുക്ക് നിർബന്ധിക്കാനാവില്ല. അവരത് അംഗീകരിക്കുകയുമില്ല. ഐ എം സോറി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ. ഓക്കെ സാജൻ ചെല്ല്, ഞാൻ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് കയറട്ടെ. ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ റെസ്പോൺസ് ഇങ്ങനെ തന്നെ ആവുമെന്ന്. ചെല്ല്. ബൈ. ബൈ. റെനി. റെനി. യാ, റെനി അല്ലേ? അതെ. എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ബിൻസി. ഇല്ല. നമ്മൾ 2-3 പ്രാവശ്യം പള്ളി വെച്ച് കണ്ടിട്ടുണ്ട്. ഓ, ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഓർത്തോ സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് അല്ലേ? യാ, ഓർത്തോ സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് ആണ്. അപ്പോ ഇവിടെ ഇവിടെ ഞാനിപ്പോ 1 month ബാക്ക് ജോയിൻ ചെയ്തു. നമ്മൾ കണ്ട ശേഷം കുറെ നാൾ ഞാൻ മിനിസോട്ടയിലായിരുന്നു. ആൻഡ് നൗ ബാക്ക് ഇൻ വാഷിംഗ്ടൺ DC. അപ്പൊ നമ്മുടെ ഷോൺ കാൾവറിന്റെ ടീമിലാണോ? ഞാൻ അയാളുടെ കോ ട്രീറ്റ്മെന്റ് ടീമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല എന്താ സംഭവം മനസ്സിലായില്ല. ഒരു ചെറിയ കാര്യമുണ്ട്. ബിൻസി, നമ്മൾ ഇന്ന് ആ റിനിയെ കണ്ടതില് എന്തോ ഒരു നിമിത്തമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവള് കാരൽ മാഡത്തിൻ്റെ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ ഒരു ഗതി പിടികിട്ടും. സാച്ച, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചായന്റെ ഒരു ഞരമ്പ് വലിഞ്ഞ പോലെയാണോ നട്ടലിന്റെ ഒബ്ലാങ്കട്ട പൊട്ടിക്കിടക്കുന്ന ഈ കേസ്? എടാ, നിന്റെ കർത്താവ് ഈ അമേരിക്കയിലോട്ട് എത്തിച്ചത് തന്നെ ഇതിനാണോന്നാ ഇപ്പൊ എന്റെ തോന്നല്. എന്നെ കൊണ്ട് പറ്റും തോന്നില്ല ചായ. എടാ, എല്ലാം ഒത്തു വരുവാണേല് ഇതൊന്ന് ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അതെ, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് കൊച്ചപ്പനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ? കൊച്ചപ്പനെ കൊണ്ട് ഇതും ഇതിലപ്പുറവും പറ്റും. ഈ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. ബട്ട് വാട്ട് അബൌട്ട് ദ വീസ? ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ പുള്ളിക്കാരനെ വിളിച്ചൊന്ന് സംസാരിക്കും. Then let's try. Okay? Okay. ഹലോ, എന്നാടാ നീ അങ്ങ് സായിപ്പായി പോയോ? നിന്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോടാ. പിന്നെ 3 ദിവസം മുന്നേ സംസാരിച്ചല്ലേ ഉള്ളൂ. 3 ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ ഏതാണ്ട് കാര്യമായിട്ടൊരു കാര്യമുണ്ട്. എന്നതാ പറ. എന്റെ കുഞ്ഞെ, ഞാൻ ഏതായാലും എങ്ങോട്ടുമില്ല. അതിനെപ്പറ്റി നീ ഒട്ട് ആലോചിക്കുകയും വേണ്ട. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇനി അവരെ അനുവദിക്കുകയാണെങ്കിൽ നീ ആ കേസ് വിടരുത്, അറ്റൻഡ് ചെയ്തോ. അയ്യോ, അതെങ്ങനെ ശരിയാനാ? എനിക്ക് എന്നാ പിണ്ണാക്ക അറിയാവുന്നേ? എടാ കുഞ്ഞെ, ഇവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്നതാണ്, നിന്റെ കൈക്ക് നമ്മുടെ വിദ്യ വഴങ്ങും. നീ എന്നൊക്കെ ഉഴപ്പ് കാണിച്ചാലും ശരി, നിന്റെ കൈ ആ സത്യം എന്നെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ആ മദാമ്മ ഓക്കെ പറയുവാണെങ്കിൽ നമുക്ക് പണി തുടങ്ങാം. ബാക്കി നമുക്ക് അപ്പം നോക്കാം. ശരി ശരി ബാബുജാ. There she comes.
നമസ്തേ. നമസ്തേ. സോ ഇതാണ് നമ്മുടെ മർമാണി അല്ലേ? അയ്യോ എന്നെ അങ്ങനെ വിളിക്കല്ലേ, ആ പേരിന്റെ ഉടമസ്ഥൻ അങ്ങ് പൈകയിലുണ്ട്. എടാ നീയാണ് ഇപ്പൊ ഇവിടത്തെ മർമാണി. റിനി ഇരിക്കെ. എന്തായാലും കാരൽ മാമുമായി ഉടനെ തന്നെ ഇക്കാര്യം സംസാരിക്കാൻ കഴിയുമെന്നാ തോന്നുന്നേ. വീട്ടിലെ സ്പെഷ്യൽ മെഡിക്കൽ ടീമിൽ മിക്കവാറും ഞാനുണ്ടാകും. കാരൽ മാമിന് എങ്ങനെയോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവര് തന്നെ എന്നെ വേണമെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞേക്കോ. മതി, അത് മതി. റെനി പറഞ്ഞ കാരൽ മാഡം കേക്കും. ഷിബൻ കോൺഫിഡന്റ് ആണല്ലോ അല്ലേ? ഒരു കൈ നോക്കാം. വ്യാജ ഡോക്ടറെ ചികിത്സിച്ച് രോഗി തട്ടിപ്പോയെന്ന് കേസുണ്ടായാൽ കൂട്ടുപ്രതിയെ താനും കാണുമല്ലോ അല്ലേ? അത് ശരി. Mrs. Carver, I'm sorry. I know this is not what you want to hear, but this is not going to help your husband. I cannot sit by and allow this gentleman with no medical training to meddle in your husband's care. Dr. Fitzgerald, can I ask you something? Yes, you may. Is there any way that your treatment can guarantee my husband's complete recovery? Well, no, Miss Carver. But we can make him stable. So, for the rest of Sean's life, he's going to be lying on his back, staring at the ceiling? No football, no running, no walking, no loving me? All I have left is a vegetable. Mrs. Carver, I'm so sorry. But this is our reality. Okay? Fine. I've decided to entrust this man with the rest of my husband's treatment. Mr. Shibin. Yes, Mr. Shibin. As soon as he is ready, we'll start the rest of the treatment. Okay, Miss Carver, this is your decision. But if anything happens as a result of this treatment, if we can call it that, me or no one on my team can be held responsible. Is that clear? Perfectly. Don't be offended, Doctor, but I need to take this chance. I want my Sean back. Okay. Best of luck. This man is from India, and he's gonna help you with the traditional Indian treatment. I believe that he can cure you. If Carol believes in you, I too believe in you. ചികിത്സ നന്നായി വരാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സക്സസ് ആയി കഴിയുമ്പോൾ എനിക്ക് ട്രീറ്റ് തരണം, മറക്കരുത്. ട്രീറ്റൊക്കെ തരാം, എല്ലാം ശരിയായ മതിയായിരുന്നു. അതൊക്കെ ആകുമെന്നേ, ഒന്നും പേടിക്കണ്ട.
ആ പറഞ്ഞ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. സോ മറ്റന്നാൾ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അല്ലേ? എന്തുവാടാ ഇത്? എഴുന്നേക്ക്. No, I'm tired. എഴുന്നേക്കടാ. I can't do this. ആരോഗ്യം ഇല്ല അല്ലയോ? എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നമ്മുടെ ഷോൺ കാർവാറിന്റെ ട്രീറ്റ്മെന്റ് കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. Oh yeah, that's a great opportunity, man. You should do it. എന്നാൽ ആ ഓപ്പർച്യൂണിറ്റി നിനക്കൂടെ തന്നാലോ എന്ന് ആലോചിക്കുമോ? What do you mean? ട്രീറ്റ്മെന്റ് സമയത്ത് എനിക്കൊരു ഹെൽപ്പറിന്റെ ആവശ്യം. അതിന് നിന്നെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. Yo, what? Really? Are you serious? റെഡി അല്ലേ? I'm ready. അത് തന്നെ. എന്നാ നമ്മളൊരു കലക്ക് കലക്കും. Sean, get ready. Doctor is coming, okay? Come, doctor. He's okay. Sean, get up. Get up. Ah, yes, get up. Come on, you can do it, Sean, please. Ponga. Yes, get up. Come on, pattu. Come on, Sean, get up. I told you, this third-rate treatment is not going to work. If anything happens to him, I'll make sure that you spend the rest of your life behind bars. Now, don't bother me anymore. Please. Doctor, please, doctor. Come on. Doctor. Call the doctor. Doctor. Call the doctor. Doctor. So, how do you describe a miracle? Mere words are inadequate. But seeing is believing. The entire world never thought that they would see Sean Carver feed himself again, much less get up and walk. Yet today, he stands before you, whole. And as God as my witness, he will play football again. Thank you. Thank you, Senator. Only God could have brought about this miracle. But when I want to think about God,
I don't have to look up in the sky because I see God in this young man from India, Mr. Sheehan Matthews, or Anyan Cunyo, as he is known to his dear ones. Now, in front of this exclusive gathering, I declare one thing. I will use my own fortune to develop a state-of-the-art center here for my friend to practice his medicine for all the American people. I would also like to thank my wife, Carol. Without Carol believing in Mr. Cunyo, none of this would ever happen. So, thank you, Carol. Thank you all, and God bless. I don't know how to speak English. Mr. Karwar called me God. No, I am not God. I am a very ordinary person. But my medicine, the Kerala traditional treatment, which I study from my uncle, my dear uncle, Papichayan, that is from God. പക്ഷേ ആ വൈദ്യം എത്ര വലുതാണെന്നും ദൈവികമാണെന്നും അറിയാൻ എനിക്ക് ഇത്രയും ദൂരം വരേണ്ടി വന്നു. പൈകയെ വെച്ച് പാപ്പിച്ചായൻ എന്നെ പഠിപ്പിക്കുമ്പോഴൊന്നും ഞാനതിൻ്റെ വലിപ്പം അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചും പോയ പിന്നെ പാപ്പിച്ചായനും കൊച്ചും കൂടെ എന്നെ വളർത്തി. അതിൻ്റെ വലിപ്പവും ഞാൻ നേരത്തെ അറിഞ്ഞില്ല. സോറി. ഞാൻ എൻ്റെ പാപ്പിച്ചായനോട് ക്ഷമ ചോദിക്കുക. Sorry for speaking Malayalam. I thank my sisters, my brother-in-laws, their kids, Rini, Alan, Pinay, Carol madam, and everyone for the success of the treatment. I know Mr. Karwar want to practice my medicine here. Sorry. I want to return to my village, Kerala. And I want to study more from my uncle. And I want to practice there so that I can help lot of poor people in my country. And respected doctor, this is not a third-rate treatment. This is the oldest method of treatment in the world. Thank you. Thank you all. Namaste. ഒരു പീസായിട്ട് നീ എന്നെ അങ്ങ് എത്തിക്കണേ. ഷെടാ, എന്നാലും ഞാവള്ളി സാറിന്റെ മുതുവിനൊക്കെ പോലീസ് ഇങ്ങനെ ലാത്തി വീശാന്നൊക്കെ പറഞ്ഞ ഇതൊരു അക്രമമായി പോയി. ഞാവള്ളി സാറിന്റെ കൂടെ എത്ര ഉപരോധത്തിനും വഴിതടയലിനും പോയിട്ടുള്ളതാ. ഓ, ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാ. അത് റിസർവ് പോലീസായിരുന്നല്ലോ, അവർക്ക് സാറിന് അറിയത്തില്ലല്ലോ. എനിക്കിനി വേറൊരു ഡൗട്ട് ഉണ്ടോ? അശ്വതി മേഡം പ്രത്യേകം പറഞ്ഞിട്ടാണോ അവരിത് ചെയ്തതെന്ന്? അവർക്കെന്നോട് പണ്ടേ ഒരു ചൊരുക്കുള്ളതാ. ആ ഭരണം നമ്മുടെ കയ്യിലൊന്ന് വന്നോട്ടെ, അവിടെ ആഫീസ് ഞാൻ പൂട്ടിക്കും. അയ്യോ എന്റെ അമ്മച്ചേ, ഇടയ്ക്കിടയ്ക്ക് നട്ടലിനകത്തൊരു ഇടിമിന്നല. 2 ദിവസം ഇങ്ങനെ വെച്ചോണ്ടിരുന്നതല്ലോ, അലോപ്പതി പോയതല്ലേ. ഓ, അതാ കുഴപ്പം. ഇതിനൊന്നും അലോപ്പതി പറ്റിയല്ല. ഇതിന് നാടൻ പ്രയോഗമാ ബെസ്റ്റ്. എടോ എത്താറായില്ലേ? അനിയും കുഞ്ഞേ ഇപ്പൊ എത്തും. അനിയും കുഞ്ഞ് വൈദ്യം തൊട്ടാ മതി, എല്ലാം ശരിയാവും.
അയാള് പാപ്പി വൈദ്യനേക്കാൾ കേമൻ എന്നാ സംസാരം. എന്നെ ആള് വരവാ. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. നമുക്ക് പാപ്പി വൈദ്യരെ തന്നെ കാണാൻ നോക്കാം. നിങ്ങൾ തമ്മിലുള്ള പഴയ ചെറുക്ക് വെച്ച് അനിയും കുഞ്ഞും വല്ലതും ചെയ്തു കളയാന്നുള്ള പേടിയാ അല്ല സാറേ? പോടാ. പേടിയോ? എനിക്കോ അവനെയോ? ഓ വണ്ടി വണ്ടി വണ്ടി. തള്ളല്ലടാ. അടുത്ത നിങ്ങൾ കേട്ടോ. ഞാൻ വിളി സാർ അടുത്ത MLA. അതിന് പാപ്പി വൈദ്യരെ കാണാനാ. പാപ്പിച്ചാൻ ഇവിടെ ഇല്ല, വിസിറ്റിന് അമേരിക്കയിൽ പോയേക്കുക. അല്ലെങ്കിൽ ക്രമം അനുസരിച്ച് ഇവിടെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ ഇരിക്കുക. അകത്തേക്ക് പോട്ട്. ഞാൻ വിളി സാറാ, സമയമില്ലാത്തോണ്ടാ. ഞങ്ങളൊന്ന് കേറിക്കോട്ടെ. അടുത്ത MLA. വൈദ്യരെ അയ്യോ, നമുക്ക് വേറെ എവിടെയെങ്കിലും എന്നെ പറ്റിയതാ. ലാത്തി അടി കൊണ്ടുവാ. ഇങ്ങോട്ടിരുത്ത്. ഇവിടെ. അയ്യോ അയ്യോ നിങ്ങളെല്ലാം പുറത്തോട്ട് നിൽക്കൂ. കുഞ്ഞെ ക്രമം തെറ്റി കയറി വന്ന അയാള്. എനിക്ക് ക്രമം തെറ്റി കിട്ടിയ ഒരു അടിയാ. ഇപ്പോഴാ ഞാവള്ളി ശരിക്കൊരു രാഷ്ട്രീയക്കാരനായത്. എന്നെ കൊണ്ടാണെങ്കിൽ അത് പറ്റിയതുമില്ല. അതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. എവിടാ വേദന? നടുവിനാ. ആ ഷർട്ടൊന്ന് ഊരണം. എന്തിനാ? ഊരിക്കോ. ഇവിടെ ഇപ്പോ ജോസ് ഞാവള്ളിയോ അനിയും കുഞ്ഞോ ഇല്ല. ഉള്ളത് രോഗിയും വൈദ്യനും മാത്രം. ഇതെന്താണെന്നറിയോ? എണ്ണ അല്ല, സ്നേഹം. കൊച്ചപ്പൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സ്നേഹം എന്നുള്ളതിന്റെ പര്യായപദമായ എണ്ണ. ഞങ്ങള് വൈദ്യന്മാർക്ക് മുഖ്യ ആയുധവും എണ്ണകളാ എന്ന് പറഞ്ഞ സ്നേഹം. സ്നേഹത്തെ ആർക്കെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? ഇപ്പൊ എങ്ങനെ ഉണ്ട്? അപ്പൊ നമ്മൾ തുടങ്ങുന്നു സ്നേഹിക്കാൻ.